നമസ്കാരം. ഫോർ ദ പീപ്പിളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ, പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ടപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ മുഖം നോക്കാതെ പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള നേതാവ്, അധികാരത്തിലും പൊതുപ്രവർത്തന രംഗത്തും കറകളഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ഉടമ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അരികെ വന്ന് നിൽക്കുമ്പോൾ മത്സര രംഗത്തുണ്ടാകുമോ എന്ന് ആകാംക്ഷ സമ്മാനിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് സഖാവ് ജി സുധാകരനാണ് ഇന്ന് എന്നോടൊപ്പം ഫോർ ദ പീപ്പിളിലുള്ളത്. സഖാവെ, സ്വാഗതം. നമസ്കാരം. ഒരു അപകടം നടന്നു, ശുചിമുറിയിൽ കയറിയ സമയത്ത് വീണ്. അപ്പോൾ ആ പരിക്ക് കഴിഞ്ഞിട്ട് വിശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? കാലിന് കുറവുണ്ടോ? വളരെ മെച്ചപ്പെട്ടു. കാല് നിലത്ത് കുത്തി, വലത്തെ കാല് നടക്കാൻ ഡോക്ടർ പറഞ്ഞില്ല. നാളെ എന്ന് പറഞ്ഞാൽ 10-ാം തീയതി പരിമല ശ്രീനിവാസ് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ കാല് കുത്തി നടത്താൻ പറയും. അപ്പോൾ ഏതാണ്ട് സ്റ്റഡിയായി വരുന്നു അല്ലേ? സ്റ്റഡിയായി വരുമായിരുന്നു, അത് സംശയമില്ല. അപ്പോൾ നമുക്ക് അഭിമുഖത്തിലേക്ക് കടക്കുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വാചകമാണ്. അതായത് എല്ലാ ലോകമെമ്പാടും നിരാശപ്പെടുമ്പോൾ പ്രതീക്ഷിക്കുന്നതും എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ നിരാശപ്പെടുകയും ചെയ്യുന്നയാളാണ് പ്രവാചകൻ എന്ന് ഖലീൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ CPMൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സഖാവ് ജി സുധാകരന് പ്രതീക്ഷയാണോ നിരാശയാണോ? ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്തിന് നിരാശ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉദിക്കുന്നില്ല. ജീവിതത്തിലെ നല്ല കാലത്തായാലും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുമ്പോഴായാലും നിരാശപ്പെടുക എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലപാട്. പാർട്ടി എന്നുള്ള തരത്തിൽ പാർട്ടിക്ക് ഉയർച്ച ഉണ്ടാകുമ്പോഴും, ശരിച്ച് പാർലമെൻ്ററി രംഗത്തെ കാര്യമാണ് ഉയർച്ച എന്ന് പറയുന്നില്ല. പാർട്ടി മെമ്പർമാരുടെ എണ്ണം എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുക. അതാരും പരിശോധിക്കാറുമില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇലക്ഷനുകൾക്ക് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാകുമ്പോഴും പാർട്ടിക്ക് നിരാശ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ തിരിച്ചടി ഉണ്ടായത് എന്ന് നല്ലപോലെ പരിശോധിച്ച് അത് തിരുത്താനുള്ള സംവിധാനങ്ങൾ എപ്പോഴൊക്കെ എടുക്കുന്നു അപ്പോഴൊക്കെ തിരിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് വീണ്ടും. അങ്ങനെയാണ് പാർട്ടിയുടെ ചരിത്രം. നിരാശയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ താങ്കൾക്ക് ചെറിയ നിരാശയുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ നെഹ്റു സെൻറ്ററിൻ്റെ അവാർഡ് വാങ്ങിയ സമയത്ത് താങ്കൾ പറഞ്ഞു, പഴയ കാലത്തേതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ ആ ഒരു പിന്തുണ കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല, ഈ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ വർഗീയ ശക്തികളിലേക്ക് അല്ലെങ്കിൽ വർഗീയ സ്വഭാവമുള്ള പാർട്ടികളിലേക്ക് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന്. അപ്പോൾ ഇത് ഒരു നിരാശയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മോഹഭംഗത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന നിരീക്ഷണങ്ങളല്ലേ? അല്ലല്ല, അതൊരു മോഹഭംഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിരാശയല്ല. പാർട്ടി എപ്പോഴും പരിശോധിക്കണം. പാർട്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. പാർട്ടിയുടെ തന്നെ സംസ്ഥാന സമ്മേളന രേഖ, പാർട്ടി കോൺഗ്രസ് രേഖ, പ്ലീനൻ രേഖ, ഇടയ്ക്ക് വരുന്ന സെൻട്രൽ കമ്മിറ്റിയുടെ തിരുത്തൽ രേഖ, ഇതിലൊക്കെ ഇതാ പറയുന്നത്. പാർട്ടിക്ക് ഇവിടെ മോശം ഉണ്ടാകുന്നു, നിന്നുകൊണ്ടാണ് തിരുത്തണം. അതിനുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിനകത്ത് വേറെ ഒന്നുമല്ല. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോഴും അത്തരം കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. ആ പ്രസംഗത്തിൻ്റെ കോൺഗ്രസിൽ പറയുന്നതല്ലേ. ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദമൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ബി കുഞ്ഞികൃഷ്ണൻ്റെ ഒരു പുസ്തകം വന്നിരിക്കുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നാണ്. ആ അഭിപ്രായം ശ്രീ ജി സുധാകരനുണ്ടോ? അല്ല, ഞാൻ ആ പുസ്തകം വായിച്ചില്ല. പക്ഷേ ആ പുസ്തകങ്ങളിലൊക്കെ ടെലിവിഷൻ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നോക്കാറുണ്ടായിരുന്നു. ഒരുപാട് കാലമായിട്ട് അത് വരുന്നുണ്ടല്ലോ ഇപ്പോൾ ഈ ചർച്ചകളും. അതെ, അവിടുത്തെ കുഞ്ഞകൃഷ്ണൻ്റെ അഭിപ്രായങ്ങൾ, ജില്ലാ സെക്രട്ടറി രാകേഷ് പറയുന്നത്, പിന്നെ ഏതോ ഒരു സമയത്ത് ഗോവിന്ദനും എന്തോ പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. പിന്നെ ആരാണ് നമ്മുടെ ME ജയരാജൻ എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അതേപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പോൾ കണക്കിലെന്തോ പ്രശ്നം ഉണ്ടായതായി പാർട്ടി സമ്മതിച്ചിട്ടുണ്ട്. അത് കുഞ്ഞകൃഷ്ണൻ പറയുന്ന പോലെ അല്ല, മസൂദൻ അല്ല അത് ചെയ്തിട്ട്. അദ്ദേഹം പറയുന്നതല്ല, മസൂദൻ്റെ പേരിലല്ല. അത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലിട്ടോ അത് കൈകാര്യം ചെയ്തപ്പോൾ പറ്റിയ ഒരു വശമാണ്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി പറയുന്നതിന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ല, ഇതുപോലെയുള്ള അന്വേഷണ കമ്മീഷനെ വെക്കുമ്പോൾ ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ഒന്നെങ്കിൽ നമ്മളെ പുറത്താക്കാൻ, പാർട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കെതിരെ നടപടിയെടുക്കാനായിരിക്കും ആത്യന്തികമായി ഈ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വരാൻ പോകുന്നത്, അങ്ങനെയായിരിക്കും എന്ന് നേരത്തെ തന്നെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു.
അപ്പോൾ പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ താങ്കൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന ആ ഒരു വാചകമുണ്ടല്ലോ, അതിനോട് ശ്രീ ജി സുധാകരൻ ചേർന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ ചില സന്ദർഭങ്ങൾ പാർട്ടിയിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരു വാചകത്തിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല ആശയം. അണികൾ നേതൃത്വത്തെ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തിച്ച ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അണികൾ നേതൃത്വത്തെ തിരുത്താറുള്ളത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നേതൃത്വത്തെപ്പറ്റി ഓരോ ദിവസവും ഓരോ അണികൾ ഓരോ അഭിപ്രായം പറഞ്ഞ് പ്രസ്താവന ഇറക്കുകയല്ല. അതിനാണ് പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത്. പാർട്ടി കോൺഗ്രസ് വരെയുള്ള ബ്രാഞ്ച് തലം മുതലുള്ള ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, പിന്നെ അതിൻ്റെ മുകളിൽ ഏരിയ കമ്മിറ്റി, ബ്ലോക്ക് കമ്മിറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓരോ സ്ഥലത്തും ഓരോന്നായിരിക്കും. ഡിസ്ട്രിക്ട് കോൺഫറൻസ്, സ്റ്റേറ്റ് കോൺഫറൻസ്, പാർട്ടി കോൺഗ്രസ്. അണികളായ സാധാരണ പാർട്ടി മെമ്പർമാരുടെ പ്രതിനിധികളായി മേലോട്ട് വരുന്നത്. താഴെ നിന്നുള്ള അണികളുടെ അഭിപ്രായങ്ങളാണ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ 3 വർഷമോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇവിടെ 3 വർഷമാണ് പാർട്ടി കോൺഗ്രസ് ഇടയിലുള്ള കാലാവധി. മിക്ക രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയാണ്. ഇത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണത് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലെനിൻ്റെ കാലം മുതൽ 3 വർഷത്തിൽ ഒരിക്കാൻ തോന്നുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ അവിടെ ചെല്ലും. ലീഡർഷിപ്പ് ചെയ്ത നല്ല കാര്യങ്ങൾ, ലീഡർഷിപ്പിന് പറ്റിയ പാളിച്ചകളൊക്കെ അവിടെ അണികളുടെ അഭിപ്രായങ്ങളാണ് കയറി വരുന്നത്. അങ്ങനെയാണ് തിരുത്തൽ വരുന്നത്. അങ്ങനെ നേതൃത്വത്തിൽ തന്നെ മാറ്റിയ രാജ്യങ്ങളുണ്ട് ഈ പാർട്ടി കോൺഗ്രസിലെ തീരുമാനങ്ങളുടെ ഭാഗമായി. അപ്പോൾ അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്ന് പറയുന്ന ഒരു വാചകത്തിൽ ഓരോ അണിയും ഇറങ്ങി അങ്ങ് തിരുത്തുക എന്നുള്ളതല്ല. പാർട്ടി സംവിധാനത്തിൽ അതാണ് തിരുത്തൽ. അതിനാണ് പാർട്ടി സമ്മേളനം ചെയ്യുന്നത്. അവിടെ തിരുത്തൽ തന്നെ നടക്കുന്നത്. അപ്പോൾ സഖാവ് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ്റെ ഒരു ശൈലി ശരിയായില്ല എന്ന് കൂടിയാണ്. കുഞ്ഞികൃഷ്ണൻ്റെ ശൈലിയെ പറ്റിയല്ല. കുഞ്ഞികൃഷ്ണൻ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നൊരു വാചകം മാത്രം പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന വിശാലാർത്ഥത്തിലല്ല. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കാഴ്ചപ്പാടും നിലപാടും അനുസരിച്ചൊരു അഭിപ്രായമാണ് പറയുന്നത്. ഞാനിപ്പോൾ കുഞ്ഞികൃഷ്ണനെ ആക്ഷേപിക്കാൻ ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഏതൊരു പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അതിൻ്റെ പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനങ്ങളിൽ താഴെ സാധാരണ പാർട്ടി മെമ്പർമാരിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ മുകളിലോട്ട് വന്ന് സാധാരണ പാർട്ടി മെമ്പറിൽ നിന്ന് വരാത്ത അഭിപ്രായങ്ങൾ മുകളിൽ വരുമ്പം അതെല്ലാം ചേർത്ത് തിരുത്തുകയാണല്ലോ. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് വിശകലനം ചെയ്യുന്നത്. അതിന് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടൊന്നൊരു അജണ്ട തന്നെ മെയിനായിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട്. ദാറ്റ് ഇസ് എ ടാക്ടിക്കൽ ഓർഗനൈസേഷണൽ ടാക്ടിക്കൽ അസസ്മെൻ്റാണ്. ഓർഗനൈസേഷനിലും ടാക്ടിക്സിലും എന്തെങ്കിലും നടപ്പാക്കുന്നതിന് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയുള്ള ചർച്ച വരുമ്പോൾ അത് തിരുത്തും. പിന്നീട് സഖാവ് പറഞ്ഞ എനിക്ക് മനസ്സിലായി. അതായത് സംഘടനാ തലത്തിൽ തന്നെ തിരുത്തലിനൊരു സംവിധാനം പാർട്ടിക്കകത്തുണ്ട്. കാലാകാലങ്ങളായി അത് കമ്മ്യൂണിസ്റ്റ് ശരിയായി പ്രവർത്തിക്കുന്ന കാലത്തെല്ലാം ഉണ്ട്. അല്ല, അത് ശരിയായി ഇപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ കാര്യം എടുക്കാൻ സഖാവെ. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് എന്താണ്? ഞാൻ പാർട്ടിയിൽ ചില കൊള്ളരുതായ്മകൾ സംബന്ധിച്ച എൻ്റെ സംശയങ്ങൾ ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചു. ഞാൻ കുഞ്ഞികൃഷ്ണന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MLA മത്സരരംഗത്ത് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വ്യാജ രസീത് അടിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് നേതൃത്വത്തെ അറിയിക്കാൻ ശ്രമിച്ചു, സമിതികളിൽ ഉന്നയിച്ചു. ഇത് നേരിട്ട് അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. അതിനുശേഷം പിന്നീട് പാർട്ടി തലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കി. കാത്തിരുന്നു 3-4 വർഷം ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന്. ഒന്നും ഉണ്ടായില്ല. ആ നിരാശയുടെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതും ഇപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞികൃഷ്ണന്മാരുടെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന രീതിയിലുള്ള ഒരു തിരുത്തൽ സംവിധാനം ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിൽ CPM? കുഞ്ഞികൃഷ്ണന്മാർ എന്ന് പറഞ്ഞാൽ വേറെ അധികം പേരൊന്നും അങ്ങനെ പാർട്ടിയിലൂടെ 5 ലക്ഷത്തിലേറെ പാർട്ടി മെമ്പേഴ്സ് ഉണ്ട്. അതിലൊരു 10%, 1% ആൾക്കാരും അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അഭിപ്രായമുള്ളവരായാലും അത് പറയാറില്ല. അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം അതിനുവേണ്ടി കുറച്ച് നിലപാടൊക്കെ അവിടെ എടുത്തു. അവിടുത്തെ പാർട്ടിയുടെ നയവുമായിട്ട് പൊരുത്തപ്പെട്ടു പോയില്ല. അവസാനം അദ്ദേഹം പരസ്യമായിട്ട് തന്നെ കുറച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചു. അപ്പോഴാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കിയത്. അതാണ് എനിക്ക് കേസ് പറയാനുള്ളത്. പക്ഷേ ഈ സംവിധാനമുണ്ട്. ആ സംവിധാനം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണം. പരിചയസമ്പന്നരും പാർട്ടിയോട് കൂറുള്ളവരുമായ സഖാക്കൾ ഒരവസരത്തിൽ പാർട്ടിക്കെതിരെ തിരിയാനുള്ള ഒരവസരം ഉണ്ടാക്കാൻ പാടില്ല. അവരെല്ലാവരും നമുക്ക് ആവശ്യമാണ്. പക്ഷേ തിരിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോകും, അല്ലാതെ വേറെ വഴിയില്ല. രണ്ടും ഞാൻ പറയുകയാണ്. തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ പോകാം. എത്ര പരിചയസമ്പന്നായാലും വെളിയിൽ പോകും, അല്ല വഴിയില്ല. അത് പിന്നെ പറഞ്ഞതെല്ലാം ശരിയോ തെറ്റോ എന്നൊക്കെ കുറച്ച് കാലം കഴിഞ്ഞ് ചിലപ്പോൾ തെളിയും. എന്തായാലും ശരി, പാർട്ടിയുടെ നയങ്ങളെയും തീരുമാനങ്ങളെയും വാട്ട് എവർ ഇറ്റ് ഈസ് അതിന് ചിലപ്പോൾ വിമർശനം ഉണ്ടെങ്കിലും
അതിങ്ങനെ പരസ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ അതൊരു അച്ചടക്കലങ്ങനത്തിൻ്റെ പ്രശ്നം വരും. കുഞ്ഞികൃഷ്ണൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയി. കുഞ്ഞികൃഷ്ണന്മാർ എല്ലായിടത്തും ഉണ്ടായെന്നുള്ളതിന് തെളിവൊന്നും വന്നിട്ടില്ല. അല്ല, തിരുവനന്തപുരത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അയാൾ കോൺഗ്രസിലേക്ക്. അതെ. അപ്പം പോയവരൊക്കെ പാർട്ടിയെ കുറ്റം പറയണം. ഐഷ പോറ്റിയുടെ കാര്യം സഖാവ് ശ്രദ്ധിച്ചില്ലേ? അതെ, ഐഷാബിന് കോൺഗ്രസ് പോയി. അതെ, ഈ പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് ഇതുപോലെയുള്ള പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഒരു തരത്തിലുള്ള ആരോപണത്തിനോ ആക്ഷേപത്തിനോ ഇടയാക്കാതെ അത് ഉദ്ദേശിച്ച കാര്യത്തിൽ ചെലവഴിക്കുകയും ഇവരെ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരസ്യമായിട്ട് അവതരിപ്പിക്കാറുണ്ട്, ചിലത് അവതരിപ്പിക്കാറില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഉദാഹരണം, നായനാർ ഫണ്ട് പിരിച്ചു. നായനാരുടെ പേര് വലിയ സ്മാരകം ഉണ്ടാക്കാൻ ഞാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അതെ. കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം പിരിച്ചത് ആലപ്പുഴ, 1,21,00,000 രൂപ, ഈ കൊച്ചു ജില്ലയിൽ നിന്ന്. കണ്ണൂരിൽ നിന്ന് കണ്ട് 10-20 ലക്ഷം രൂപ കൂടി അധികം പിരിച്ചുള്ളൂ. ഇവിടെ നിന്നാണ് പിരിച്ചത്. 14 ജില്ലയിലെയും കണക്ക് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചു. പിന്നെ 14 ജില്ലയിലെയും കണക്കൊന്ന് പ്രസിദ്ധീകരിച്ചു. എന്താ വെച്ചാൽ പ്രസിദ്ധീകരിക്കണം വേണ്ട എന്നുള്ള തർക്കമല്ല, ആവശ്യമുണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കാനെന്താ? അതേപ്പറ്റി നമ്മൾ തർക്കം നടക്കാം. പ്രസിദ്ധീകരിക്കണോ പ്രസിദ്ധീകരിക്കണ്ടായോ? നോ, പ്രസിദ്ധീകരിക്കണ്ടായി പ്രസിദ്ധീകരിക്കണം. അത്രയേ ഉള്ളൂ. പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്, പ്രസിദ്ധീകരിക്കാൻ ഇരുന്നിട്ടുമുണ്ട്. അപ്പോൾ നാനാർ ഫണ്ട് പ്രസിദ്ധീകരിച്ച കാര്യം ഞാൻ പറയുകയാണ്. അല്ല, ഞാനിപ്പോൾ സഖാവിനോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളോടാണ് സംസാരിക്കുന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ ജി സുധാകരൻ ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ CPIM തിരുത്തപ്പെടേണ്ടുന്ന സന്ദർഭങ്ങളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. പരസ്യമായി ചില വിമർശനങ്ങൾ ഉന്നയിച്ചാൽ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇപ്പോൾ VS അച്യുതാനന്ദൻ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾ ഏതെല്ലാം വേദികളിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞു CPM-ൽ നിന്ന് BJP-യിലേക്ക് തള്ളിവിടുന്ന ക്രിമിനൽ സംഘങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതെ, അത് ഹോൾ പാർട്ടിയെ പറ്റി അല്ലല്ലോ, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റിയാണ്. കാരണം എന്നോട് കഴിഞ്ഞ 5 വർഷമായി ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചിലരുടെ ഇയാൾ BJP പോടൂ, ഇയാൾ കോൺഗ്രസ് പോടുന്നത് തുടർച്ചയായിട്ട് അതിനൊരു മറുപടി പോലും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞില്ല. ഞാൻ നമ്മൾ BJP-യിലും കോൺഗ്രസിലും പോകും, എനിക്ക് വേണമെങ്കിൽ ചാടി പുറപ്പെടാൻ അവിടെ പൊസിഷനൊക്കെ കിട്ടത്തില്ലേ? അതല്ല, ഇങ്ങനെ പറയുന്നവർ പാർട്ടിയിലുള്ള സീനിയർ സഹാക്കളെ പോലും മറ്റു പാർട്ടികളിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുണ്ട്. ഇത് പാർട്ടി മെമ്പറാണ് കിട്ടാൻ തരില്ല, പക്ഷേ അമ്പലപ്പുഴയിലെ ഒരു പൊളിറ്റിക്കൽ ഗ്യാങ്ങാണ് ഇതിട്ടിരിക്കുന്നത്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം ഒരു കാര്യമില്ല, കുറേ കാലമായി ഇല്ലാതിരിക്കായിരുന്നു. നമ്മുടെ ഗണേഷ് കുമാർ, ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. പീഠപ്പള്ളി വകുപ്പിൽ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് അസംബ്ലിയിലും വെളിയിലും അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. മറ്റു പീഠപ്പള്ളി മന്ത്രിയുമായി താരതമ്യപ്പെടുത്തി ഇതുപോലൊരു മെച്ചപ്പെട്ട മന്ത്രി ഉണ്ടായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ട MLA മന്ത്രിയെ നമ്മുടെ വൈറ്റില പാലം തല്ലിപ്പൊളിച്ച് കളയണമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അടി മുഴുവൻ പട്ടി കിടക്കുകയാണ്, 8 വർഷമായി പണിഞ്ഞിട്ട് പാലത്തിൻ്റെ അടി പട്ടി കിടക്കുന്നു, അവിടെ ഒരുപാട് അഴുക്കുണ്ട്, ഇതെല്ലാം പാലം നിർമ്മിച്ചതുമായിട്ട് ബന്ധമെന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഒരുപാട് പേര് ഡിസൈൻ കൊണ്ട് കാണിച്ചിട്ട് പോലും ഒന്നും എടുത്തില്ല. ശ്രീധരൻ കാണിച്ചിട്ടും എടുത്തില്ല എന്തൊക്കെ പറഞ്ഞ അദ്ദേഹം. അപ്പോൾ ടെലിവിഷൻകാർ ജി സുധാകരനായിരുന്നു അന്ന് മന്ത്രി എന്ന് മാത്രം എഴുതി കാണിച്ചു, എൻ്റെ പേരൊന്നും അദ്ദേഹം പറഞ്ഞില്ല. യാഥാർത്ഥ്യം അന്വേഷിക്കാതെ പറയുന്നതുകൊണ്ട് പിന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റുള്ള പിന്നെ അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറയാൻ പോയില്ല. കുറച്ച് ആളുകളൊക്കെ അത് അതിന് പൊളിച്ച് കളയാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു, ചെല്ല് പറഞ്ഞ് പൊളിച്ച് കളയണമെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. സംഭവം എന്താ, അവിടെ വലിയൊരു ചതിപ്പായിരുന്നു, വെള്ളക്കെട്ടും ചതിപ്പും അപ്പുറം നിലവുമൊക്കെയാണിത്. അപ്പോൾ പാലാരിവട്ടത്തിന് അനുഭവം ഉള്ളതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ആ പാലം പണിയണം. അതിനാണ് വലിയ തൂണൊക്കെ, ആ തൂണ് തന്നെ വലിപ്പം വേണ്ടെന്ന് പറഞ്ഞു. എല്ലാ എഞ്ചിനീയർ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അത് എന്നിട്ട് സൈഡിൽ എന്നാൽ ഒന്നാം തരമായിട്ട് കോൺക്രീറ്റ് ടൈൽസൊക്കെ പാകി സ്ട്രോങ് പാലമാക്കി. അപ്പോൾ മെട്രോ മേളിൽ കൂടി പോകുന്നുണ്ട്. ഈ മെട്രോയെ ഇടിച്ച് വാഹനങ്ങൾ തകരുമെന്ന് പറഞ്ഞ ക്യാമ്പയിൻ അങ്ങ് നടത്തുമായിരുന്നു ഇത് പണിയുന്ന സമയത്ത്. അപ്പോൾ ശ്രീധരനെ ഒന്നും പങ്കെടുപ്പിച്ചിരുന്നത്, ശ്രീധരനെ കൊണ്ടുവന്നു. ശ്രീധരൻ ഡിസൈനെല്ലാം നോക്കി, മെട്രോയ്ക്ക് യാതൊരു പ്രശ്നമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മെട്രോയുടെ ക്ലിയറൻസ് ഞങ്ങൾക്ക് കിട്ടി, അത് ഞങ്ങൾ വാങ്ങിച്ചു. അവിടെ ഞാൻ നിർത്തിയില്ല, കാരണം എനിക്കതറിയാം. പിന്നെന്താ ചെയ്തത്, മോർത്ത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്
ഇയാളുടെ നമ്മുടെ ഗഡ്കരി അല്ലേ, അതെ, നിതിൻ ഗഡ്കരി. അവരുടെ അപ്രൂവൽ അയച്ചു. അവർ അപ്രൂവ് ചെയ്തു. അവരാണ് അപ്രൂവ് ചെയ്യേണ്ടത്. ദേശീയപാതയല്ലേ ഇത് പണിയുന്നത്. പൈസ ഒന്നും അവർ തന്നല്ല, മൊത്തം നമ്മുടെ പൈസയാണ്. 3 പാലമാണ് പണിയുടെ. കുണ്ടന്നൂരുണ്ട്, വൈറ്റിലയുണ്ട്, പൊളിഞ്ഞു പോയ പാലാരിവട്ടം. പാലാരിവട്ടം രണ്ടാമത് പുതുക്കി പണിഞ്ഞതിന് 18 കോടിയായി. അത് ശ്രീധരൻ സാറ് സ്വന്തം പാക്കറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് പൈസ വേണ്ട, കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് വർക്കുകൾ ചെയ്ത വകയിൽ ബാക്കി എൻ്റെ ഉണ്ട്, അതുകൊണ്ട് അത് ഞാൻ കൊടുക്കും. ബാക്കിയെല്ലാം 100-300 കോടി രൂപ മുടക്കിയാണ് കേരള ഗവൺമെൻറ് മുടക്കിയാണ്. 50% പോലും കേന്ദ്രം തന്നില്ല നമ്മളിത് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഡിസൈൻ ഉണ്ടാക്കി വെച്ചത് അവരാണ്. ഉമ്മൻചാണ്ടി ഒന്ന് തറക്കല്ല് വിട്ടുകയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തറക്കല്ലിടും, 10 പൈസ വെക്കത്തില്ല. 10 പൈസ വെക്കത്തില്ല. ഉമ്മൻചാണ്ടി ഇതെല്ലാം ചെയ്തിട്ട് പോകും, പിന്നെ മറ്റുള്ളവരും ചെയ്യുന്നത് അന്വേഷിക്കുന്നില്ല. അങ്ങനെ അതെല്ലാം ഞാൻ പിന്നീട് പിഴപ്പിളി മിനിസ്റ്ററായപ്പോൾ ഞാനതെല്ലാം പൂർത്തിയാക്കി. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയെ പറ്റിയുള്ള ഒരു വിമർശനമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇത് ചെയ്തു. ഗണേഷ് പറഞ്ഞത് എന്താണ്? ഇതിനും ഗണേശനെ തല്ലിപ്പൊളിച്ച് കളയണം. ഈ പാലം തല്ലിപ്പൊളിച്ച് കളയണം. കാരണം താഴെ പട്ടി കിടക്കുന്നു, അഴുക്ക് കിടക്കുന്നു, മറ്റേതാണ്. പിന്നെ അവിടെ ഭയങ്കര ഗതാഗത കുരുക്കാണ്. 2-3 മണിക്കൂർ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണിത് ചെയ്തത്. ഇവിടെ ഒരു ഗതാഗത കുരുക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ 3 മാസം അവിടെ ഒരു ഗതാഗത കുരുക്കില്ല. പോകുന്ന സമയത്തിൻ്റെ ആയിരിക്കും ഇത്. അത് സ്ഥിരമായിട്ട് അവിടെ എന്താ ഗതാഗത കുരുക്ക് അവിടെ ഉള്ളവരോട് ചോദിച്ചൂടെ. ഇനി ഏത് സമയത്താണിത്? 24 hours ഗതാഗത കുരുക്ക്. അപ്പോൾ അതൊന്നും നോക്കാതെ അഭിപ്രായം പറഞ്ഞു. ഇതുമാത്രമല്ല, ആർക്കും ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ മദ്രാസ് IITയുടെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കൊണ്ടുവന്നു പരിശോധനയ്ക്ക്. മെട്രോമാൻ്റെയും മോർത്തിൻ്റെയും പരിശോധനയ്ക്ക് പുറമെ കൊണ്ടുവന്ന് ക്ലിയറാക്കിയ ശേഷമാണ് അത് പണിഞ്ഞത്. ഇത്രയും ഹിസ്റ്ററി അറിയാവുന്ന ഞാനിവിടെ ജീവിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് എന്തുമാത്രം പ്രശ്നമുണ്ട്. ഒരു മന്ത്രിയാണ് പറയുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് പണിഞ്ഞ ഒരു പാലത്തെ പറ്റി അതേ മുന്നണിയുടെ ഗവൺമെൻറ് മന്ത്രിയാണ് പറയുന്നത്. എന്നോടൊരു വൈരാഗ്യമുള്ള ആളല്ല. എൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി അസംബ്ലിയിൽ പോലും ഞാനില്ലാത്തപ്പോൾ അദ്ദേഹം വളരെ പുകഴ്ത്തിയാണ് പറഞ്ഞത്. എന്തോ ഒരു കാര്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. എന്നോടുള്ളതായിരിക്കും, അറിയത്തില്ല. ഗണേഷ് കുമാറിനൊക്കെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ പറയുമല്ലോ. അല്ല, അത് വന്നു. ഞാൻ പറയുകയാണ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെയല്ല, അത് സ്ട്രോങ് ആയൊരു പാലമാണെന്ന് ഗവൺമെൻറ്റിൽ ആരും പറഞ്ഞില്ല. PWD മന്ത്രി പറഞ്ഞില്ലല്ലോ. മുൻ ഗവൺമെൻറ് പണിഞ്ഞല്ലേ. അതെ, പിണറായി ഉദ്ഘാടനം ചെയ്തത്. അതിൽ പോസ്റ്റൊക്കെ അപ്പോഴും കാണാം. ഇത് ടെലിവിഷൻ വന്നപ്പോൾ ടെലിവിഷൻ കാര്യങ്ങളൊന്നും ഡിഫെൻഡ് ചെയ്യാൻ ആരും വന്നില്ല. ഇതൊന്നും ആരും ഏറ്റുപിടിച്ചതുമില്ല. കാരണം എല്ലാവർക്കും അറിയാതെ വസ്തുതയല്ലാന്ന്, അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അല്ല, വേറെ ആരുമല്ല. പൊതുമരാമത്ത് വകുപ്പാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. ദേശീയപാതയുടെ പൈസയില്ലാതെ നമ്മൾ ചെയ്തതാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിന് ദേശീയപാത മൊത്തം അവരുടെ കൺസ്ട്രക്ഷൻ അവരെ ഏറ്റെടുത്ത്. നമ്മളിനി പൈസ ഒന്നും കൊടുക്കണ്ട. അതെ, മൊത്തം അവരെ ഏറ്റെടുത്തു. അന്ന് ഓരോ ദേശീയപാതയും അതായത് സംസ്ഥാന ഗവൺമെൻറ് കൺട്രോളിലാണ് ഇന്ത്യ മുഴുവൻ. ദേശീയപാത വിങ്ങുണ്ടായിരുന്നു, ചീഫ് എഞ്ചിനീയർ ടു ഓവർസിയർ. അതൊന്നും ഇപ്പോൾ ഇല്ല. വേറെ കുറച്ച് ചെറിയ ദേശീയപാതകളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ വിങ്ങുണ്ടെന്നുണ്ട് ഈ പ്രധാന. അത് ഞാൻ ചോദിക്കുന്നത്, സഖാവിന് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിലായാലും ആ സമയത്താണെങ്കിലും ഇപ്പോൾ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്തും ആ കാലത്ത്, അതായത് താങ്കൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് താങ്കൾക്ക് പിന്നെ കൃത്യമായി തന്നെ പറയാം, എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പിഴവ്. അപ്പോൾ താങ്കൾ അത് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സമയം വന്ന സമയത്ത് താങ്കൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാൻ ദേവസ്വം ഭരിച്ചിരുന്നതാണ്. ആ സമയത്ത് ആരും അവിടെ നിന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്, രാഷ്ട്രീയമായ പരിരക്ഷ അതിലാണ് അയ്യപ്പനുള്ളത്. അതുകൊണ്ട് ആർക്കും എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അയ്യപ്പനെ വരെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞത്, സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലും ഇപ്പോൾ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, നമ്പർ 1 ആണ് എന്നാണ്. ഇപ്പോൾ CPM-മായി അടുത്ത് നിൽക്കുന്ന, CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്നത്. പാർട്ടി അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ ഫണ്ട് തട്ടിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉടനെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. അതെന്താണ് അങ്ങനെ പരിരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും? എനിക്ക് പരിരക്ഷയ്ക്കാണോന്നും എനിക്കറിയില്ല. ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അവർ കുറ്റവാളികളാണെന്ന് അർത്ഥമില്ല. ഇപ്പോൾ കുറ്റവാളികളാണോ എന്നുള്ളത് അവരെ ശിക്ഷിച്ചാലേ പറയാൻ പറ്റൂ. അപ്പോൾ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി മെമ്പർമാരെല്ലാം അതിലാണ് നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ ശബരിമലയിൽ ഇത്രയധികം കൊള്ള എങ്ങനെ നടക്കുന്നു? രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കിച്ചതുകൊണ്ട് ഈ പ്രശ്നം തീരുമോ? നീയാണോ ചെയ്തത്, ഞാനാണോ ചെയ്തതെന്ന തർക്കത്തിലൊന്നും വലിയ അർത്ഥമില്ല. എല്ലാ കൂട്ടത്തിലും പെട്ടവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണെന്ന മട്ടിൽ
മാധ്യമങ്ങൾ പെരുപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരാളെ വിളിച്ച് കാര്യം അന്വേഷിക്കുക. എന്നെ ചോദ്യം ചെയ്തതല്ല, മൊഴി രേഖപ്പെടുത്തിയതാണോ എന്ന് പറഞ്ഞാൽ അതല്ലേ ചോദ്യം ചെയ്യൽ. ഒരു മുൻമന്ത്രി അങ്ങനെയാണോ പറയേണ്ടത്? ഇപ്പം MP അല്ലേ. എന്നെ ചോദ്യം ചെയ്താലെന്താ? ചോദ്യം ചെയ്താലെന്താ? ആ ഒരു ആർജവത്വം എന്താ ഇല്ലാത്ത? ചോദ്യം ചെയ്താൽ എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് അടൂർ പ്രകാശിൻ്റെ പടമുള്ളത് കൊണ്ടല്ലേ ചോദ്യം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തോടൊപ്പം ഡൽഹിയിലും പോയെന്ന് തോന്നല്ലേ? അതെ, സോണിയാഗാന്ധിയുടെ അടുത്ത് അല്ലേ? പക്ഷെ അത് കടകംപള്ളിയും ചോദ്യം ചെയ്തു. അതെ ചെയ്തു. ഞാൻ പറഞ്ഞത് എല്ലാ പാർട്ടികളിലും പെട്ടവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചെയ്യലല്ല പ്രശ്നം. എന്തെങ്കിലും മെറ്റീരിയലായി ഒരു ബന്ധപ്പെട്ട ഒരാളിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന ആരാ ഇപ്പോൾ മറ്റേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ശശിധരൻ അല്ല, ED ആരാ? അല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, SIT ഉണ്ട്, ED ഒക്കെ ഉണ്ട്. ED എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം അന്വേഷിച്ചാൽ വ്യക്തമായി തീർപ്പ് കൽപ്പിക്കത്തില്ല. എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഒരു കാര്യത്തിലും അവരൊരു വ്യക്തമായ തീരുമാനം എടുക്കത്തില്ല. അവരിങ്ങനെ ഓരോ കേസുകളെടുക്കും. അവരുടെ അടുത്ത് എത്ര കേസിലാണ് ശിക്ഷിക്കപ്പെട്ടത്? സഖാവ്, അപ്പോൾ ഇതിൽ ഇപ്പോൾ സഖാവ് നോക്കുമ്പോൾ ഇതിൽ ആരാണ് ഉത്തരവാദി? ഏത് സർക്കാരാണ് ഇതിൽ ഉത്തരവാദിത്തമുള്ളത്? ഇപ്പോൾ ഒരു വാദം വന്നത് മുൻകാലങ്ങളിലെ സർക്കാരിൻ്റെ കാലത്തുള്ളത് മുഴുവൻ അന്വേഷിക്കണമെന്നാണ്. അപ്പോഴാണ് ഒരു സമയത്ത് സഖാവ് പറഞ്ഞത്, അത് എന്നെ ഉദ്ദേശിച്ചു കൂടിയാണ്, ഞാനും ദേവസ്വം മന്ത്രിയായിരുന്നു, എല്ലാം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കാലം തൊട്ട് അന്വേഷിക്കണം? ആരാ ഇതിൻ്റെ ഉത്തരവാദി? എന്നെ ഉദ്ദേശിച്ചതാണ് ഞാൻ പറഞ്ഞില്ല. അത് ഓർമ്മ കുറവാണ്. എന്നെ ഉദ്ദേശിച്ചെന്നുള്ളതല്ല. ആദ്യം പോലെ അന്വേഷിക്കേണ്ടതെന്താ? ആരെങ്കിലും ഇതുവരെ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എല്ലാവരെയും പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് നമുക്കതിൽ നെഗളിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഉത്തരവാദിത്തോടും പ്രവർത്തിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഞാനിപ്പോൾ എത്ര വകുപ്പാണ് കൈകാര്യം ചെയ്തത്? 2 ഗവൺമെൻറ്റിലായിട്ട് സഹകരണം. എം വി രാമൻ കുളത്തി ഇറക്കിയുടെ വകുപ്പല്ലേ ഇത്? പിന്നീട് അന്ന് തന്നെ കയർ വകുപ്പ്. അതെ, കേരളത്തിലുള്ള റെയിൽവേയുടെ ചാർജ് എനിക്കായിരുന്നു. ഇപ്പോൾ ഈ ശബരി പാതയ്ക്ക് വേണ്ടി അന്ന് ഞങ്ങൾ ഒത്തിരി ശബ്ദം ഉയർത്തിയതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ PWD രജിസ്ട്രേഷൻ 5 വകുപ്പാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ ഇടത് സർക്കാരിന് TP രാമകൃഷ്ണൻ എന്നാണ് അസുഖമായിട്ട് മാറിയപ്പോൾ എക്സൈസും കൂടി ഞാൻ നോക്കി 3 മാസം. ശരിയാണ്. എക്സൈസും കൂടി ഞാൻ നോക്കി. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എന്തോ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പാനൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കൊണ്ടുവച്ചിരുന്നു എക്സൈസ് വകുപ്പിൽ. അപ്പോൾ അതേപ്പറ്റി ആക്ഷേപം വന്നുകൊണ്ട് ഞാനത് നടപ്പാക്കിയില്ല. ഞാനത് രാമകൃഷ്ണൻ്റെ വീട്ടിൽ പോയി സുഖമില്ലായിരിക്കും പറഞ്ഞു, ഞാൻ നടപ്പിലാക്കുന്നില്ല, താങ്കൾ വന്നിട്ട് നോക്കിയിട്ട് ചെയ്യുക. കാരണം അതൊക്കെ അപകടം പിടിച്ച വകുപ്പുകളാണ്. എക്സൈസ്, PWD രജിസ്ട്രേഷൻ. PWDയേക്കാൾ അഴിമതി കിടന്നുകൊണ്ടെന്നാണ് രജിസ്ട്രേഷൻ അറിയാത്തതുകൊണ്ട്. അത് 10 പൈസ കൊടുക്കാതെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്തു തരുമോ? PWD എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറും രാഷ്ട്രീയക്കാരനും ബ്യൂറോക്രസിയും തമ്മിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ഓരോ സാധാരണക്കാരനും അതിനൊരു കാര്യമില്ല. പക്ഷേ രജിസ്ട്രേഷനിൽ ബന്ധപ്പെടാത്ത ഒരു കുടുംബവും. എല്ലാവരുടെയും പൈസ വാങ്ങിക്കും. ആരും അറിയുന്നില്ലായിരുന്നു. അതൊക്കെ അവസാനിപ്പിച്ചല്ലോ, സകല അനുമതി അവസാനിപ്പിച്ചല്ലോ. സഖാവ്, ഞാൻ ചോദിക്കുന്നത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ CPM സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതല്ലേ? ഇടത് സർക്കാരിനെ, CPM അല്ല, ക്ഷമിക്കണം, ഇടത് സർക്കാർ. ഞാൻ പറയുന്നത് സർക്കാരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. സർക്കാർ വേറെ, സർക്കാരിൽ അധികാരത്തിൽ ഇരിക്കുന്നവരോ അത് വേറെ. ഒരു പാർട്ടി, കേരളത്തിലെ കോൺഗ്രസോ CPM ഒരു പാർട്ടിയും ശബരിമല കൊള്ള നടത്താൻ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയല്ല. അവരുടെ ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു, താങ്കൾ ഒരു വകുപ്പ് ഭരിക്കുമ്പോൾ ആ വകുപ്പിനകത്തുള്ള പ്രശ്നങ്ങളുടെ എല്ലാം, അല്ലെ പ്രശ്നങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും അതിന് ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുക്കുന്നു, താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ റെസ്പോൺസിബിലിറ്റിയിലല്ലേ ഈ കാര്യങ്ങൾ? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല? അല്ല, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടല്ലേ അവർ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കടകംപള്ളി സുരേന്ദ്രനെ ഒരിക്കൽ കൂടെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ കണ്ടു. കാരണം അദ്ദേഹത്തെ കുറച്ച് പടങ്ങളൊക്കെ വന്നതാണ് കാരണം. ചിത്രങ്ങൾ 3 വന്നു, അതാണ് കാരണം. അദ്ദേഹം ഹാജരായി പറഞ്ഞു, അത് അവർ തീരുമാനിക്കട്ടെ, അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. LDF കൺവീനർ TP രാമകൃഷ്ണൻ പിടിക്കാമെന്ന് പറഞ്ഞല്ലോ. ആരെ വേണമെങ്കിലും വിളിച്ച് അന്വേഷിച്ചോളൂ, കുറ്റം ചെയ്ത് ആര് രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല, അയാൾ പറഞ്ഞല്ലോ. അല്ല, ഇപ്പോൾ സർക്കാർ എടുക്കുന്നൊരു നിലപാട് എന്താണെന്ന് സഖാവിന് അറിയാമല്ലോ. അതായത് കുറ്റം ചെയ്തവരാരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നല്ല. പക്ഷെ കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ വകുപ്പിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വകുപ്പ് മന്ത്രിക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിലല്ലേ? അദ്ദേഹം നേരിട്ട് പറഞ്ഞു എന്നുള്ളത്, അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ ഇത് നടക്കുന്നത്. അതിന്റെ ഭരണപരം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് താങ്കൾക്ക് അറിയാം. താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് അതായത് നേരിട്ട് മന്ത്രിയോ അല്ലെങ്കിൽ വകുപ്പിൻ്റെ ടോപ്പിലിരിക്കുന്ന ആളോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത കാര്യം താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്താൽ റെസ്പോൺസിബിലിറ്റി വകുപ്പിനുണ്ട്.
അപ്പോൾ അന്വേഷിച്ചു ശക്തമായ നടപടിയെടുത്താണ് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത്. നമുക്കതിൽ കാര്യമില്ല. ആ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, ഇതാണ് അതിൻ്റെ രീതി. അതെ, ആ നടപടി പിന്നെ ആരോപണങ്ങളൊന്നും വരില്ല. മനസ്സിലായി. പക്ഷെ ആ സർക്കാർ അത് കണ്ടെത്തിയില്ല. ഇതിപ്പോൾ ഹൈക്കോടതി മറ്റൊരു സംഭവത്തിൽ കണ്ടെത്തുകയും പിന്നെ അന്വേഷിക്കുകയുമാണ് ചെയ്തത്. പെട്ടെന്ന് കയറി SIT വെച്ചതല്ലേ. അതെ, വെച്ചില്ല ഇതൊക്കെ സർക്കാർ എന്ത് ചെയ്യുമായിരുന്നുള്ളത് ഊഹിച്ച് പറയാനൊക്കത്തില്ല. എന്തെങ്കിലും അന്വേഷിക്കാതിരിക്കില്ലല്ലോ. അല്ല, സർക്കാർ അറിഞ്ഞിട്ടേ ഇല്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോയതും ശബരിമലയിൽ നിന്ന് താഴെ കൊണ്ടുപോയതും സ്വർണം പൂശിയതുമായ ഒരു കാര്യവും സർക്കാർ, ഈ സംവിധാനം അറിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. ഒരു മിനിസ്റ്ററും ശബരിമല പോയിരിക്കത്തില്ലല്ലോ. പ്രത്യേക സന്ദർഭങ്ങളിലല്ലേ അവിടെ പോകുള്ളൂ. പ്രധാനമായി തീർത്ഥാടന കാലത്താണ് പോകുന്നത്. അല്ലാത്ത സമയത്തൊന്നും സാധാരണ പോകേണ്ട കാര്യമില്ല. തീർത്ഥാടന കാലത്ത് 2-3 തവണ പോകും. അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ കമ്മിറ്റിയുണ്ട്, ശബരിമല തീർത്ഥാടന റിവ്യൂ കമ്മിറ്റിയുണ്ട്. അവിടെ വെച്ച് തന്നെ കൂടും. മന്ത്രി പങ്കെടുത്ത 2 എണ്ണവും മുഖ്യമന്ത്രി പങ്കെടുത്ത 1 എണ്ണവും കൂടും, 3 എണ്ണം കൂടും. പിണറായിയുടെ കൂടെ ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് പങ്കെടുത്ത് കൂടിയിട്ടുണ്ട്. അറിഞ്ഞിരിക്കണം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അദ്ദേഹം ദേവസ്വം മന്ത്രിയല്ല, അന്ന് അദ്ദേഹം പങ്കെടുത്ത് കൂടിയിട്ടുണ്ട്. ആ റിവ്യൂ അല്ല സാധാരണ നമ്മളവിടെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ എന്ത് നടന്നാലും അറിയാവുന്ന ആർക്കാ? അവിടുത്തെ തന്ത്രിക്കും അവിടുത്തെ ശാന്തിക്കുമാണ്. മേൽശാന്തിക്ക് അറിയാം, അതൊന്നും നടക്കത്തില്ല അവരറിയാതെ. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അറിയാം, ഒരൊറ്റയാളറിയാതെ നടക്കത്തില്ല. മന്ത്രി അറിയണമെന്നില്ല. എന്നാൽ മന്ത്രിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ദേവസ്വം കമ്മീഷനുണ്ട്. എന്നാണ് ദേവസ്വം കമ്മീഷൻ വെച്ചേക്കുന്നത്. ദേവസ്വം വകുപ്പിന് സെക്രട്ടറി ഉണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, IAS ഓഫീസറായിരിക്കും. ദേവസ്വം കമ്മീഷനുണ്ട്. ഈ കമ്മീഷനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ് വാസുവിനെ. ഈ കമ്മീഷനാണ് അറിയിക്കേണ്ട ഓരോ സമയത്ത്. അയാൾക്കിതറിയാം. അയാൾ ശബരിമലത്തിൽ ക്യാമ്പ് ചെയ്യേണ്ട ആളാണ്. ഇതിപ്പോൾ നമ്മുടെ ചർച്ചകളിലെല്ലാം കൺഫ്യൂഷനാണ്. ഒരു കാര്യമില്ല. കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടണം. കുറ്റക്കാരാണെന്ന് പൊതുവെ എന്തെങ്കിലും തെളിവുകളുള്ള ആരെയെങ്കിലും ചോദ്യം ചെയ്യാതെയോ വെറുതെ വിട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറ്റക്കാരെ മുഴുവൻ ശിക്ഷിക്കേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഒന്ന്, തന്ത്രി ഉൾപ്പെടുന്ന ഒരു സംഘത്തിന്റെ ഇടപെടലില്ലാതെ ഇത് നടക്കില്ല. അറിവില്ലാതെ നടക്കത്തില്ല. ഇടപെട്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്തിരിക്കല്ലേ അയാളെ. അതെ, ജാമ്യത്തിൽ വിട്ടെന്ന് തോന്നുന്നു. ജാമ്യത്തിൽ വിട്ടെന്ന് പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ED അയാളെ അന്വേഷിക്കണമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് അറിവില്ലാതെ എങ്ങനെ നടക്കുക? എല്ലാ ദിവസവും ശബരിമല ഇരിക്കുന്നതാണ്. ആ ക്ഷേത്രത്തിനകത്തല്ലേ താമസം. ഞാൻ പോയിട്ടുണ്ട്. അവരെന്നെ തന്ത്രിമാരെന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ പുറകെ കൂടെ പോയി മുറി, വലിയ സൗകര്യമുള്ള മുറികളൊക്കെ ഉണ്ട് അവിടെ. അവിടെ വെച്ച് എനിക്ക് പായസവും ചായയൊക്കെ തന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും മന്ത്രിമാരെയും വിളിച്ചു കൊണ്ടുപോകും. മനസ്സിലായി. അപ്പോൾ അറിയാതെ എങ്ങനെ നടക്കും? അവിടുത്തെ പിയുണ്ടറിയാമല്ലോ. കാരണം ഈ വാതിലിന് നോക്കുമ്പോൾ എല്ലാ ദിവസവും നോക്കത്തില്ലേ. ഇത് രാത്രിയിലെല്ലാം അടച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും നോക്കും. അത് കാവൽക്കാരുണ്ട് അവിടെ. ഇത് അറിയാതെ എങ്ങനെ നടക്കും? എന്തിനാണ് നമ്മൾ ഈ സംശയവും ഈ അറിയാതെ നടക്കത്തില്ല. അപ്പോൾ തന്ത്രിക്കറിയാം, സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അറിയാമായിരിക്കണം, ഉദ്യോഗസ്ഥർ അറിയാമായിരിക്കണം, ദേവസ്വം കമ്മീഷണർക്ക് അറിയാമായിരിക്കണം. പക്ഷെ അപ്പോൾ മന്ത്രി മാത്രം അറിഞ്ഞില്ല എന്നാണ് മന്ത്രി മാത്രം അറിയണമെങ്കിൽ മന്ത്രിയോട് പറയണം. അതിന് കമ്മീഷണർ പറയണം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അല്ല, എങ്ങനെ അറിയും? ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യല്ല. മനസ്സിലായി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞില്ല എന്ന് ഭാവിക്കുകയാണോ എന്നൊക്കെയാണ് അന്വേഷിച്ചിട്ടുണ്ടോ? അതൊക്കെ അന്വേഷിക്കണം സാധാരണ. അപ്പം ഇവരാണ് പറയേണ്ടത്. അപ്പോൾ ആ കമ്മീഷനാണ് പറയേണ്ടത്. ആരെയൊക്കെ അറിയിച്ചോ? ഗവൺമെൻറ് അറിയിച്ചോ? മന്ത്രി അറിയിച്ചോ? അല്ലെ ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിക്കാമല്ലോ. ദേവസ്വം വകുപ്പിൻ്റെ കമ്മീഷണർ വേറെ, വകുപ്പ് വേറെ. വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് കമ്മീഷണർ. വകുപ്പെന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്. മനസ്സിലായി. ഈ ജയകുമാറിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ദേവസ്വം വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ജയകുമാർ. ശബരിമലയിലേക്ക് ഈ വലിയ തിരക്ക് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഞാൻ അദ്ദേഹത്തെ മൈസൂരിൽ അവിടെ അയച്ചായിരുന്നു, തിരുപ്പതിയിൽ. അദ്ദേഹത്തെ ഞാൻ റിപ്പോർട്ട് കൊണ്ട് തന്നു. ഈ ഇക്കോളജിയൊക്കെ പാരിസ്ഥിതികമായിട്ട് ഭൂമിശാസ്ത്രപരമായ ആ രീതി രണ്ടും രണ്ടാണ്. അത് സമാനതകളില്ലാതെ അതിവിടെ നടപ്പാക്കാൻ ഒക്കത്തില്ല. പകരമാണ് നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. അതും ഞാൻ പാസ്സാക്കി കൊടുത്തു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി UDF ഗവൺമെൻറ് വഴക്കുമ്പോൾ രാമൻ നായരും ഗവൺമെൻറ്റും തമ്മിൽ ആകെ അതെല്ലാം മാറ്റി രാമൻ നായരെ കൂടി ഇരുത്തി. ഞാൻ അധികാരത്തിൽ വന്ന് 1 വർഷം കഴിഞ്ഞ് ആ ബോർഡിനെ പിരിച്ചുവിടാം. അത് നിയമം പാസ്സാക്കണം. അതിനെ പിരിച്ചുവിടേണ്ട നിയമത്തിൽ നിലവിലിരുന്ന ബോർഡിൻ്റെ ഘടന അങ്ങ് മാറ്റി. 3 പേരെ ഉള്ളെങ്കിൽ ഒരു പട്ടികജാതിക്കാരെ അതിനെ വെച്ചു. ഒരു സ്ത്രീ നിർബന്ധമാക്കിയപ്പോൾ ഇതിനകത്തൊന്നുമില്ല. അത് സ്വയം ഒരു പോയി. അപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയണം.
അപ്പം ഞാൻ ചോദിക്കുന്ന സഖാവ് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സർക്കാർ. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് നിലവിൽ ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി മാറാവുന്ന ഒരു ഘടകമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഏതൊരു പ്രശ്നവും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. സർക്കാർ നേരിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. സ്വർണം മോഷ്ടിച്ച കാര്യം സർക്കാർ അറിയണമെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യണം, അല്ലെ ദേവസ്വം സെക്രട്ടറി അത് അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും ഉണ്ടായിട്ടില്ലെന്നല്ലേ പറയുന്നതെന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. കടകംപള്ളി സുരേന്ദ്രനോട് അവർ പറഞ്ഞതെന്ന് എനിക്കങ്ങനെ അറിയാം. പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഒരു സഖാവല്ലേ, കണ്ടുപിടിക്കേണ്ട ഇവരുടെ ജോലിയാണ്. നമ്മൾ തന്നെ ആലോചിക്കും, താങ്കളാണ് മിനിസ്റ്റർ, താങ്കൾ സെക്രട്ടേറിയറ്റ് ഇരിക്കുക. ഈ ശബരിമല ഉത്സവകാലത്ത് മാത്രം 1-2 അവിടെ പോകുന്നു. ബാക്കി കാലത്ത് നമുക്ക് പോകേണ്ട കാര്യമില്ല. അവിടെ കാര്യമില്ല. ഈ എല്ലാ ദിവസവും ശ്രീകോവിൽ തുറക്കത്തില്ല, ചില സമയത്തല്ലേ അവിടെ പ്രത്യേക തരത്തിലുള്ള ശ്രീകോവിലല്ലേ അവിടെ, കാരണത്തിലല്ലേ. അവിടെ ഒരു കുഴപ്പം എന്താണ് താങ്കൾ എങ്ങനെ അറിയും? താങ്കളോട് ആര് പറയണം? താങ്കളുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ആര് പറയണം? ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി പറയണം. അദ്ദേഹത്തോട് ആര് പറയണം? കമ്മീഷൻ പറയണം. കമ്മീഷൻ അവിടെ അറിയും. കമ്മീഷൻ അറിയാത്ത പ്രശ്നം ഒതുക്കുന്നില്ല. അങ്ങനെയാണല്ലോ. സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. അത് ശിവൻകുട്ടി അയാളുടെ ഭാഷ വേറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അസംബ്ലി വേറെ പല പാട്ട് ശിവൻകുട്ടി പാടിയല്ലോ. ഈ പാട്ടിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പാട്ട് പാടി അവസാനിപ്പിക്കേണ്ടതല്ല. അതീവ ഗുരുതരമായിട്ടുള്ള വലിയൊരു കൊള്ളയാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു മഹാക്ഷേത്രമാണ് നമ്മുടെ ശബരിമല. അയ്യപ്പൻ്റെ സങ്കല്പം തന്നെ ഈക്വാളിറ്റിയുടേതാണ്. സ്വാമിയെ എന്നല്ല വിളിക്കുന്നത് എല്ലാവരും. അതിനകത്ത് വർണ്ണ വ്യത്യാസമുണ്ടോ? ഞങ്ങളുടെ സഖാക്കളേന്ന് വിളിക്കത്തില്ല ആരായാലും. സ്റ്റേറ്റ് സെക്രട്ടറിയെ സഖാവെന്ന് വിളിക്കാം, കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിയെ സഖാവ്, ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കാം, ഇല്ലേ? വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനൊരു വാക്കല്ല, കോമ്രേഡ്, സഖാവെന്ന്. എന്ന് പറഞ്ഞവരാണ് സ്വാമി അയ്യപ്പ. സ്വാമിയേ ശരണം അയ്യപ്പ. ടാറ്റായും വെള്ളയും വന്നാലും ഇത് വിളിച്ചേ പറ്റൂ. ഇങ്ങനെ വിളിക്കും. ഇവിടുത്തെ കഷ്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനൊരു മഹത്തായ ഒരു സാമൂഹ്യ സങ്കല്പമുള്ള അപൂർവം ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ. മഹത്താണത്. ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ധാരാളം പണം ഇവിടെ കിട്ടുന്നു. ഈ പണം ഏതെല്ലാം തരത്തിലാണ് മോഷ്ടിച്ചുകൊണ്ടിരുന്നതെന്നറിയോ? ഞാൻ മിനിസ്റ്ററായിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി. ഉത്സവമില്ലാത്ത സമയത്ത് ഒരിക്കൽ ഞാൻ പോയി. ഉത്സവമുള്ള സമയത്ത് പോകുമ്പോഴെന്നാൽ ചാക്കിനകത്ത് ഈ കിട്ടുന്ന പണവും സ്വർണവും എല്ലാം അതിനകത്ത് നിറച്ച് കെട്ടി അങ്ങോട്ട് കൊണ്ടുപോകുക. ഇവിടെയൊക്കെ അകത്തോട്ട് കൊണ്ടു. ഇവിടെ നിന്ന് ആർക്കും അറിയില്ല. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതാണെന്ന് അത് മാറ്റി. അത് അവിടെ പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ തന്നെ എണ്ണി മാറ്റണം പറഞ്ഞു. പണം വേറെ, ആഭരണം വേറെ, സ്വർണം വേറെ, ഇതെല്ലാം പ്രത്യേകം അക്കൗണ്ട് ചെയ്തോണം. അങ്ങനെ അത് അവസാനിപ്പിച്ചു. പിന്നുണ്ടായ അനുഭവങ്ങളെന്താ? ഈ 2000 രൂപയുടെ നോട്ടില്ലേ? 10,000 രൂപയുടെ നോട്ടില്ലല്ലോ, ആയിട്ടില്ലല്ലോ. ഇല്ല. 2000 രൂപയുടെ നോട്ട്, അല്ലെ 1000 രൂപയുടെ നോട്ട് ഇങ്ങനെ മടക്കി, ചെറുതായിട്ട് മടക്കി പ്ലാസ്റ്റിക്, കട്ടി കുറച്ച് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് അങ്ങ് വീഴുന്നു. ആവണക്കെണ്ണയുടെ അഴിച്ചത് വീഴുകയാണ്. ഏതാണ്ട് 50 എണ്ണമൊക്കെ വീഴുക. നമ്മുടെ വയറ്റിലോട്ട് ഭക്ഷണം പോകുന്ന പോലെ ഉള്ളൂ. 1 ലക്ഷം രൂപയല്ലേ. ഇത് പിടിച്ചു. ഇതൊരുത്തരെ പിടിച്ചു. അവനെ കൊണ്ട് എന്താ പറയുക, ഇത് ഒഴിച്ചിട്ട് അവനെ മോശം പോയപ്പോൾ മോശം കൂടുതൽ കംപ്ലീറ്റ് ചെയ്ത് വരികയാണ്. അത് കേടാവത്തില്ല, കാരണം പ്ലാസ്റ്റിക് കൊണ്ട് അത് കഴുകി അവൻ എടുക്കുകയാണ്. അങ്ങനെ കഴുകി ഉണക്കിക്കൊണ്ടിരിക്കുന്നു ഒരുത്തൻ. അവൻ എരുമേലി ക്യാമ്പ് ചെയ്യണം. അപ്പം ഞാനവിടെ പോയപ്പോഴാണ് റോഡ് ചെയ്ത് മനെ പിടിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പോലീസ് വെളിയിൽ കൊണ്ടുവന്നു. അതുമാത്രമല്ല, വിദേശത്തുള്ള ഒരു ഫാമിലി വന്ന് ഏതാണ്ട് 10 പവൻ മൂല്യമുള്ള ഒരു ആഭരണം അവിടെ നിക്ഷേപിച്ചു. വൈകുന്നേരം ആഭരണം കാണാനില്ല, അത് കൊണ്ടുപോയി. ഇതുപോലെ തന്നെ എരുമേലിയില്ല, ഇതേ ലോഡ്ജിൽ തന്നെ വെച്ച് അവനെ പിടിച്ചു. അവൻ വീഴുകയത് ഇതുപോലെ തന്നെ പിടിച്ചു. അപ്പോൾ എത്രയോ പതിറ്റാണ്ടായി എന്തെല്ലാം നടന്നിരിക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു സാങ്കല്പിക ചോദ്യമാണെങ്കിൽ പോലും താങ്കളായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴുള്ള ദേവസ്വം മന്ത്രിയെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനല്ലല്ലോ. പിന്നെ അത് സാങ്കല്പികമായിട്ട് ഞാൻ ഇന്നലെ പറയുന്നത്. ഒരാൾക്ക് എന്നും ദേവസ്വം മന്ത്രിയാകാൻ പറ്റുമോ? ഈ കള്ളന്മാരും കൊള്ളക്കാരും ശബരിമലയെ പൊതിഞ്ഞിട്ടുണ്ട്, ഏത് കാലത്തും ഉണ്ട്. ഗവൺമെൻറ് നോട്ടവും എല്ലായിടത്തും വരുന്നു. ഗവൺമെൻറ് ജീവനക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ വിവരം കിട്ടും.
ഒളിച്ചു വെക്കാനൊക്കെ എന്നൊക്കെയുള്ള ബോധം വരുമ്പോൾ ഇത് ചെയ്യത്തില്ല. മനസ്സിലായി. ഈ അടുത്ത കാലത്തായിട്ട് താങ്കൾ നടത്തുന്ന പല പരാമർശങ്ങളിലും ഒരു സർക്കാർ വിമർശനം, സർക്കാരിനെ വിമർശിക്കുന്ന സ്വഭാവത്തിൽ അല്ലെങ്കിൽ പാർട്ടിയിലെ ചില പ്രവണതകളെ വിമർശിക്കുന്ന ചില ആ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി BJP-യിലേക്ക് തള്ളിവിടുന്ന ഒരു ക്രിമിനൽ സംഘം എന്നെപ്പറ്റി ആക്ഷേപിക്കുന്നതല്ലേ? അതെ, അല്ല പിന്നെ അതേപോലെ തന്നെ ഇത് ഏതാണ്ട് പാർട്ടിയിൽ പഴയതുപോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പഴയതുപോലെ ഒരു പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന് സംശയം പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ കേരളം നമ്പർ 1 ആണ് എന്ന് താങ്കൾ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക് പഴയ പോലെ പിന്തുണ ഉണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, അതല്ല പറഞ്ഞത്. ഞാൻ ആ ഒരു വാചകം വായിക്കട്ടെ. ആദ്യകാലത്തെ പോലെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനപിന്തുണയുണ്ടോ എന്ന് വിലയിരുത്തണം. അത് നെഹ്റു സെന്റർ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ്. അല്ല, അതിനെന്താ തെറ്റ്? ബംഗാളിൽ പോയില്ലേ, ത്രിപുര പോയില്ല, ഭൂരിപക്ഷപ്രകാരം 30-35 വർഷം ഭരിച്ചുകൊണ്ടിരുന്നതല്ലേ. തമിഴ്നാട്ടിൽ പാർട്ടിക്ക് എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു. ആന്ധ്രയിൽ അധികാരത്തിൽ വരുമെന്നല്ലേ ഒരു കാലത്ത് വിശ്വസിച്ചത്. സുന്ദരഗഡ് പക്ഷേ പ്രതിപക്ഷമായി. പഞ്ചാബിൽ MP-മാരും MLA-മാരും ഉണ്ടായിരുന്നില്ലേ. ഉത്തർപ്രദേശിൽ MP-മാരും ബീഹാറിൽ ഡൽഹിയിലുണ്ടായിരുന്ന MP-മാർ അതെല്ലാം പോയില്ലേ. കേരളം മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ തന്നെ പാർലമെൻറ്റ് കിട്ടിയ ഒന്നല്ലേ. മുമ്പ് ഇതുപോലെ ഒന്നായിട്ടുണ്ട്. 2014 കിട്ടിയ വോട്ടിനേക്കാൾ ഈ ജില്ലയിൽ തന്നെ 50,000 വോട്ട് കുറഞ്ഞു. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇത് സംഭവിക്കുന്നത്? വോട്ട് ചെയ്യാത്തോണ്ട് ജനങ്ങൾ. അതല്ല, അതിന് കാരണം എന്താണ്? ജനങ്ങൾ വോട്ട് കാരണം പല കാര്യം കാണും. സ്ഥാനാർത്ഥികളോടുള്ള പ്രശ്നം കാണും, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഡെയിലി ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. ഇതൊന്നും പാർട്ടിക്ക് എതിരായല്ല, പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് മനസ്സിലാക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിശോധന രീതി. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരോട് ഞാനെന്ത് പറയാൻ? അപ്പോൾ പ്രഗത്ഭരായ ആളുകളെ പ്രായപരിധിയുടെ പേരിൽ മാറ്റിവെക്കുന്ന ആ തീരുമാനത്തോട് കൈവൊക്കെ ഞാനും ചോദിച്ചതാണ് സ്റ്റേറ്റ് കമ്മിറ്റി. പക്ഷെ ഒരു കാര്യം, ലോകത്ത് വേറൊരു പാർട്ടിയിലും ഇല്ലത്. മഹാനായ ലെനിൻ്റെ കാലം മുതൽ, മാവോയുടെ കാലം മുതൽ, ഹോച്ചിമിൻ്റെ കാലം മുതൽ, കാസ്ട്രോയുടെ കാലം മുതൽ, EMSൻ്റെ AKജിയുടെയും സുന്ദരയുടെയും ജ്യോതിബാസിൻ്റെയും കാലമില്ലേ, വസുവിനയുടെയൊക്കെ, രാമമൂർത്തി, അന്നൊന്നും ഇതില്ലല്ലോ. അതേസമയം പ്രവർത്തിക്കാൻ വയ്യാത്തവരെയൊക്കെ മാറ്റുന്നതിനൊരു പ്രയാസമില്ലല്ലോ. അപ്പോൾ പ്രായപരിധി ഇല്ലാതെ തന്നെ ആളിനെ മാറ്റിക്കൊണ്ടിരുന്നില്ലേ. എത്രയോ പേര് നടപടിയെടുത്ത് കളഞ്ഞു. പ്രായപരിധിയാണ്. ഞങ്ങൾ അംഗീകരിച്ചു. കാരണം അങ്ങനൊരു തീരുമാനം സ്റ്റേറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു എല്ലാവരും. അത് എത്രമാത്രം ഭാവി ഗുണം ചെയ്യുമെന്നൊന്നും ചർച്ച ചെയ്തില്ല. അത് നടക്കട്ടെ. ഇപ്പം അത് മാറ്റാൻ പോകാമെന്ന് പറയുന്നു. ഗുണം ചെയ്തോ? അല്ല, കഴിഞ്ഞ 50,000 വോട്ട് ഇവിടെ പോയി. ഈ ജില്ലയിൽ മാത്രം 50,000 വോട്ട് കുറഞ്ഞു. ജയിച്ചു. 9-8 സീറ്റും കിട്ടി. 14 കിട്ടിയപ്പോൾ, പക്ഷേ 14-നേക്കാൾ 50,000 വോട്ട് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞു. എനിക്ക് 23,000 ആയിരുന്നത് 14,000 അപ്പുറത്ത് 35,000 ആയിരുന്നു ഐസക്കന്. അത് 12,000 ചുരുങ്ങി. 40,000 ആയിരുന്നു മാവേലിക്കര. അത് 25,000 ചുരുങ്ങി. 12,000 ആയിരുന്നു പ്രതിഭയ്ക്ക് ആദ്യം. അത് അവർക്ക് തന്നെ 6,000 ചുരുങ്ങി. ഈ കേരളത്തിലെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. കുട്ടനാട്ടിലും നമ്മുടെ ഭൂരിപക്ഷം കുറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം ഒരുപാട് കൂടി. ഇവിടെ 22,000 എനിക്ക് 23,000 14,000 ചെല്ലാനായപ്പോൾ ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ. അപ്പുറത്ത് 35,000 12,000 ഇവിടെ തന്നെക്കാൾ കൂടുതൽ പറഞ്ഞത് അപ്പുറത്താണ്. അവർക്കൊന്നും നോട്ടീസ് പരിശോധനയില്ല, ഒന്നുമില്ല. പോയി ഉടനെ പരിശോധന. കരീമിൻ്റെ ഒരു കമ്മീഷൻ കരീമായൊക്കെ സൗകര്യം പോലെ റിപ്പോർട്ട് കൊടുത്തു. അതവിടെ ചർച്ച ചെയ്തപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അതിൽ താങ്കൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് ആ കരീമിൻ്റെ റിപ്പോർട്ടല്ലേ? അതെ, കരീമിൻ്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞു. അതെ, കരീമിൻ്റെ റിപ്പോർട്ടാണ് പറഞ്ഞത്. എന്തേ കരീം അപ്പുറത്തൊന്ന് ആലപ്പുഴ അന്വേഷിക്കാതിരുന്നത്? അവിടെ 12,000 അല്ലേ, 35,000 12,000 കുറഞ്ഞല്ലേ. ഇവിടെ 23,000 14,000 കുറഞ്ഞുള്ളൂ. ആപേക്ഷികമായി കുറവ് ഇവിടെ അല്ലേ. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഐസക്കാണ് മത്സരിച്ചത്, ചിത്രകനല്ല. ഐസക്ക് മത്സരിച്ചപ്പോൾ കിട്ടി അവിടെ. ഇവിടെ ഞാനാണ് മത്സരിച്ചത്. കാരണം കഴിഞ്ഞ 3 തവണയായിട്ട് ഞാൻ ജയിച്ചു വരികയാണ്. ഞാനിവിടെ പ്രവർത്തിക്കുകയാണ് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. ഇപ്പോഴത്തെ MLA പോലും സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഞാൻ അയാളെ കൈപിടിച്ച് കൊണ്ടു നടന്ന ആളാണ്. അറിയാം. അതൊന്നും മനസ്സിലാക്കാതാണ് ഈ അന്വേഷണം. പക്ഷെ പാർട്ടി അന്വേഷണമല്ലേ. നമ്മൾ സഹകരിച്ചു. ഞാൻ എഴുതി കൊടുത്തു 26 പേര്. ഒരു വരി അയാൾ കോട്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് കോട്ട് ചെയ്യണ്ടേ? അതെ, കോടതിയിലായാലും അങ്ങനല്ലേ. ഒരു വരി കഴിയും കോട്ട് ചെയ്തില്ല അല്ലേ. അയാൾ അവിടെ 1.5 ലക്ഷത്തിന് നോട്ടില്ല പാർലമെൻറ്റിൽ. ആര് കുറച്ചതാ വോട്ട്? എന്താ അന്വേഷിക്കാത്തത്? 1.5 lakhs തോറ്റില്ലേ കോഴിക്കോട് പാർലമെൻറ്റിൽ? അതൊന്നും അന്വേഷിക്കാത്ത. ആരും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആകെ നമുക്കൊരു സീറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കൊണ്ട് എന്തുണ്ടായി?
ഏറ്റവും പറ്റി വന്നപ്പോൾ ഒരാൾ പോലും ഈ കരിമിൻ്റെ റിപ്പോർട്ട് ശരിയാണെന്ന് പറയാനുണ്ടായിട്ട് ആരും മിണ്ടിയില്ല. ഡെഡ്ലി സൈലൻസ്, നോ ബഡി സ്പീക്കിംഗ്. ആലപ്പുഴയിൽ നിന്നുള്ള നാസറും സുജാതയും സജി ചെറിയാനും മാത്രം സംസാരിച്ചു. ചന്ദ്രബാബു 4 പേര്, പിന്നെ ഞാനും, ഞങ്ങളിവിടെ ഉള്ളവർ മാത്രം. ഞാൻ കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ കമ്മീഷനൊന്നും ആക്ഷേപിക്കാൻ ഒരു പോലും ഞാൻ ആക്ഷേപിച്ചില്ല, ഒന്നും ഞാൻ ആക്ഷേപിച്ചില്ല. ഞാൻ കാര്യം പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് മുതൽ ഒരു സഖാവ് പോലും അതിൽ കയറി കൊത്താനോ ഉണ്ടാകുക. എല്ലാവർക്കും ഒരു നിശബ്ദത, അവർക്കെന്തോ ഒരു സംശയമുണ്ട്, എന്താ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് കിട്ടി ഭൂരിപക്ഷം വേറെ ആൾക്ക് കിട്ടും. അങ്ങനെയാണ് കേരളത്തിൽ എവിടെയെല്ലാം അന്വേഷിക്കണം. 40,000 വോട്ടിന് ആയിഷ പോയിട്ട് ജയിച്ചത്. അതെ, 8,000 9,000 ഉള്ളൂ ബാലഗോപാലൻ. എന്താ അന്വേഷിക്കാതെ? അല്ല, അപ്പോൾ അത് ബോധപൂർവം ഇതിനകത്തൊരു ബോധപൂർവ്വം, ഞാൻ ബോധപൂർവ്വമുള്ള വാക്കുകളൊന്നും അല്ല പറയുന്നത്, ഞാൻ വസ്തുതയാണ് പറയുന്നത്. അല്ല, ഇതും വസ്തുതയല്ലേ? അതെ, അത് ഞാനല്ലോ പറയണത് അതിനെപ്പറ്റി. ഞാനെന്താണ് പറയുന്നത്? എന്നിട്ട് ഒന്നുമില്ല, ശ്രദ്ധിക്കണമായിരുന്നു, ഒരു താക്കീത്, ഇത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പം തന്നെ എന്നെ പിണറായി മേലോട്ട് വിളിക്കുക. കമ്മിറ്റി കഴിഞ്ഞാൽ എല്ലാവരും പിരിക്കും. ഈ ഒറ്റ അജണ്ട ചർച്ച ചെയ്യാനാണ് കമ്മിറ്റി കൂടി. എനിക്കറിയില്ലായിരുന്നു. ഞാനന്ന് എന്നിട്ട് എന്ത് ചെയ്തതിന്? ഈ ഒറ്റ അജണ്ട രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് 4 മണിക്ക് തീർത്ത്. അപ്പോൾ പിണറായി എന്നോട് മേലോട്ട് വിളിച്ചിട്ട് കാര്യമില്ല. സുധാകരനവിടെ PKC ചന്ദ്രനാനന്ദൻ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു പോയായിരുന്നു. ആ മുറി സുധാകരനുള്ളതാണ് അവിടെ ഇരുന്നുകൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, അപ്പുറത്ത് കോടിയേരി വിളിച്ച സ്റ്റേറ്റ് സെക്രട്ടറി ഇത് തന്നെ പറഞ്ഞു എന്നോട് അവിടെ പോയിരിക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ അത്. അല്ല, എന്തുകൊണ്ടാണ് സർക്കാർ പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും താങ്കൾ അകറ്റി നിർത്തുന്ന ഒരു സമീപനം? അകറ്റി നിർത്തുന്നത് ഇവിടുത്തെ ജില്ലാ നേതൃത്വം എല്ലാവരും. അവർക്ക് നമ്മൾ ആവശ്യമുള്ളതുകൊണ്ട്, അവർക്ക് പ്രാഗൽഭ്യമുണ്ട്, അവർക്കെല്ലാം അറിവുണ്ട്. അവർ നടത്തുക. എനിക്ക് തർക്കമില്ല, ഞാൻ പരാതി കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇന്നേ വരെ ഒരു പരാതി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത്, അറിയാമോ? എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ 63 വർഷമായി ഞാൻ പാർട്ടി മെമ്പറായിട്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ സീനിയേഴ്സ്, എൻ്റെക്കാളോ എന്നോടൊപ്പം സീനിയോറിറ്റി ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരൊക്കെയെന്നറിയാമോ? ഒന്ന് രവീന്ദ്രനാഥ്, ലോറൻസ് മരിച്ചുപോയി. രണ്ടാമത് പിണറായി വിജയൻ, എന്നെക്കാൾ ഒരു 3-4 വർഷം സീനിയറാണ്. വൈക്കം വിശ്വൻ, അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ ആ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ SFI ആയില്ല. മനസ്സിലായി. പിന്നെ പാലോടി മുഹമ്മദ് കുട്ടി ആനത്തിന് വട്ടായിരുന്നു, മരിച്ചു. ഇങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടാവാം. 4, 5, 6 പേരിൽ ഒരാളാണ് ഞാൻ. 63 വർഷമായി. ഒന്നായിരുന്ന പാർട്ടി 1963, പാർട്ടി രണ്ടാമത് 66. ഞാൻ മെമ്പറായതാണ്. എന്നെ മെമ്പറാക്കുകയാണ് വള്ളിയൂത്ത സഹകരണം. വള്ളിയൂന്ന ഹൈസ്കൂളിലാണ് പഠിച്ചത്. തോപ്പിൽ പാസ്സായിട്ട് കാമശ്ശേരിക്കാരൻ. അപ്പം ഞാൻ പ്രസംഗത്തിന് മികച്ചത്, ജില്ലയിൽ തന്നെ മികച്ചത്, ഉപന്യാസം മികച്ചതുകൊണ്ട് അവരെന്നെ അങ്ങ് എടുക്കുക. എനിക്ക് പാർട്ടിയെ പറ്റി ഡീറ്റെയിൽസൊന്നും അറിയത്തുമില്ല. അങ്ങനെ എടുത്ത് എൻ്റെ പ്രദേശത്തെ ബ്രാഞ്ചിൽ പാസീവ് മെമ്പറാണ്. വലിയ ആക്ടിവിറ്റികളൊന്നും നമുക്ക് സമയമാണ്, കോളേജ് പഠിക്കട്ടെ. എന്നിട്ട് 63 മുതൽ 67 വരെ ഞാൻ വെറും പാസീവ് മെമ്പറാണ്. CPIയിൽ അവ്യക്ത പാർട്ടി 1 വർഷവും ബാക്കി ഇതാണ്. അത് കഴിഞ്ഞ് SN കോളേജ് പഠിക്കാൻ വരികയാണ് MAക്ക് 69. അപ്പോൾ ഞാനങ്ങ് ആക്റ്റീവായി. 67 ഞാനങ്ങ് ആക്റ്റീവായി, പാർട്ടിയിലായി. ഞാൻ അവിടുത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറായി, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, ഫുൾ ടൈം പാർട്ടി പ്രവർത്തനം. അങ്ങനെയാണ്. 63 വർഷം പാരമ്പര്യമുള്ള 6, 7, 8 പേരെ കാണത്തുള്ളൂ കേരളത്തിൽ നേതൃത്വത്തിൽ ഇരുന്നവർ. അല്ല, അവർക്കൊന്നും ഇല്ലാത്തൊരു അനുഭവമല്ലേ താങ്കൾക്കുണ്ടായത്? ദുരനുഭവം അല്ല, അത് എനിക്കത് താക്കീതൊന്നും എനിക്കത് ഏശിയിട്ടില്ല. അല്ല, താക്കീത് മാത്രമല്ല, ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്, മൂക്കാതെ പഴുത്ത ആളുകൾ ഉള്ള സമയത്ത് അത് ഞാൻ പറഞ്ഞത് അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാടുന്നതിനെ പറ്റിയാണ്. അഭിപ്രായങ്ങൾ പറയുമ്പോൾ പാർട്ടിക്ക് വേണ്ടി പറയുമ്പോൾ പാളുന്നു. പാർട്ടിയുടെ നയത്തിനും പരിപാടിക്കും വിപരീതമായി സംസാരിക്കുന്നു. ഞാനത് അങ്ങനെ കുറേ പേരുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞതാണ് മൂക്കാതെ പഴുത്തതാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട സഖാവിന് തെറ്റിദ്ധാരണ അദ്ദേഹത്തെ പറ്റിയാണ്, ഒരിക്കലുമല്ല. ഒരു ആളോട് പരാതി സജി ചെറിയാനെ പറ്റിയാണെന്ന് പൊതുവിൽ ഒരു വ്യാഖ്യാനമുണ്ട്. അത് തെറ്റല്ലേ? സജി ചെറിയാനെ പറ്റി അല്ലല്ലോ. എന്തിനാ അങ്ങനെ തെറ്റ്? അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇതിനെ പറ്റിയാണെന്ന് പരത്തുക. ശരി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സഖാവ്, ഇപ്പോൾ താങ്കൾ പറയുന്നത് ഈ അർഹതയില്ലാത്ത ആളുകൾ പലപ്പോഴും ചില പദവികളിൽ എത്തുന്നു. അതൊരു വിമർശനമായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അർഹതയുള്ള താങ്കൾക്ക് വേണ്ട പദവികൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ വയസ്സിൻ്റെ കൊണ്ടൊന്നും മാറിയില്ലേ? ഇതെന്ത് കിട്ടാൻ? ഇനി പാർലമെൻറ്റ് രംഗത്തിന് തടസ്സമില്ല. പാർട്ടിക്കകത്ത് സംഘടനാ രംഗത്ത് 75. എനിക്ക് 75 ആയില്ല. താങ്കൾ ഇങ്ങനെ കീഴ്ഘടകത്തിൽ ഇരിക്കേണ്ട ആളാണോ? അല്ല, 75 ആയതുമില്ല, 2 വയസ്സ് കുറവാണ്. സർട്ടിഫിക്കറ്റിൽ അങ്ങനെ വരുന്നതിന് കാരണം 6ാമത്തെ വയസ്സിൽ ചേർക്കുന്നതാണ്. അത് ശരി. 3, 3.5 വയസ്സുള്ളപ്പോൾ കൊണ്ടുപോയി എല്ലാ അക്ഷരവും പഠിക്കുകയല്ലേ ഞങ്ങൾ. 6 വയസ്സാക്കി കൊണ്ട് ചേർക്കുന്നതാണ് സമയം. എൻ്റെ വീട്ടിൽ വിരോധപ്പെട്ടവരെല്ലാം അങ്ങനെ ചെയ്തേക്കുന്നത്.
മരിച്ചുപോയി ഭുവനേശ്വരനെയൊക്കെ അങ്ങനെ ഞാനാണ് കൊണ്ട് ചേർത്തത്. എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മാധവകുറുപ്പ് സാറാണ് ഹെഡ് മാസ്റ്റർ. പുള്ളി സമ്മതിക്കത്തില്ല തല്ലിക്കൊന്നാൻ. 6 വയസ്സേ ചേർക്കാൻ. അവന് 3.5 വയസ്സേ ഉള്ളൂ. അത് 3.5 വയസ്സുള്ള ആളെ ചേർക്കാനാണ് ആ രീതി ഉണ്ടായി. മനസ്സിലായി. അപ്പോൾ ഇതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. അല്ല, കീഴ്ഘടകത്തിൽ നിൽക്കേണ്ട ആളാണോ ജി സുധാകരൻ? കീഴ്ഘടകത്തിൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലല്ലായിരുന്നു 10-42 അതെ, വർഷം. പക്ഷെ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യം. ഇപ്പം വയസ്സ് 75 വയസ്സ് കഴിഞ്ഞാൽ ഇരിക്കാനൊക്കത്തില്ല. ഇനി ആരെങ്കിലും 75 വയസ്സായിട്ടും അത് മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ആരും അത് ചെയ്യില്ല. അതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയില്ലല്ലോ. പക്ഷേ ഒറ്റ പരാതിയേ ഉള്ളൂ. പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർക്ക് എൻ്റെ അച്ഛനെ വിളിക്കേണ്ട കാര്യം എന്താ? ഫേസ്ബുക്ക് പോസ്റ്റ് വഴി എന്നെ സുധാ കുരൻ എന്ന് എഴുതേണ്ട കാര്യം എന്താ? ഒരു എൽ സി എം അങ്ങനെ ധൈര്യപ്പെട്ടു. അതിന് ഞാൻ പരാതി കൊടുത്തില്ല ജില്ലാ സെക്രട്ടറി. എന്തെങ്കിലും സ്വീകരിച്ചോ? ഓടിക്കൂടി താക്കീത് ഞാൻ അറിഞ്ഞത്. ഇപ്പം പറയുന്നത് എൽ സി എന്ന് മാറ്റി. അത് പാർട്ടിയിൽ യോഗ്യനാണ് അയാൾ. ഇവിടെ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷം എത്ര? 2001 മരിച്ചതാണ്. 24 വർഷമായി. എന്നിട്ട് രക്സാക്ഷി ഭുവനേശ്വരനെ പറ്റി ഇവരങ്ങ് ആവേശം കൊള്ളുക. എന്തും ആവേശമാണ്. രക്സാക്ഷി ഭുവനേശ്വരൻ പ്രസ്ഥാനത്തിന് വേണ്ടി രക്സാക്ഷിയായി. അവൻ പാർട്ടി മെമ്പറായിരുന്നു. ഇവർക്ക് നാണമുണ്ടോ അവൻ്റെ പേര് ഉപയോഗിക്കാൻ? അപ്പോൾ ഇത്തരക്കാർക്കൊക്കെ കടന്നു വരാവുന്ന സ്ഥിതിയിലേക്ക് പല ഘടകങ്ങൾ, പ്രാദേശിക ഘടകങ്ങളാണല്ലോ. എം ഇ ഗോവിന്ദനോ പിണറായി വിജയനോ ഒന്നും അല്ലല്ലോ റിക്രൂട്ട്. താഴെ ഉണ്ടല്ലോ. മനസ്സിലായി. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഈ റിയാലിറ്റിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളതിനെ വേറൊരു തരത്തിൽ പറഞ്ഞു ഇത് പാർട്ടിയെ വിമർശിക്കുക അല്ല. അല്ല, അതെനിക്ക് മനസ്സിലായി. പാർട്ടിയിൽ ഒരു കാലത്തും ഇല്ലാതിരുന്ന റിക്രൂട്ട്മെന്റ് പോളിസി ആലപ്പുഴ നടക്കുന്നത്. ആലപ്പുഴയല്ല വെളിയിലൊന്നും എനിക്കറിയാം. മനസ്സിലായി സഖാവ്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സർക്കാർ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു, ഇവിടെ തന്നെ ഒതുക്കിയ ഒരു സാഹചര്യം ഉണ്ടെന്ന്. പക്ഷെ ആ ഇതൊക്കെ ഇപ്പോൾ മാറുകയാണ്. ഇപ്പോൾ താങ്കളെ വീണ്ടും സജീവമായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ പറയാം. കാരണം ഞാൻ പറയും, ഇപ്പോൾ ഈ ജില്ലയിലെ മേൽനോട്ട സമിതിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം അത് പറയാനായിരുന്നു ശ്രീ ജി സുധാകരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വരി ഞാൻ പറയട്ടെ, താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എനിക്കറിയാം അമ്പലപ്പുഴയിൽ നിന്ന്. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞു. പാർട്ടി ഡിസിഷൻ എടുത്താൽ മത്സരിക്കുമെന്ന് പറഞ്ഞു. ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ മത്സരിച്ചതെങ്കിൽ 50,000 വോട്ടാണ് ലീഡ്. ഒരു വോട്ട് കുറയത്തല്ല, 50,000 മുകളിലാണ് കഴിഞ്ഞ തവണ. ലിജു ഒന്നുകൂടെ മത്സരിക്കത്തില്ല. അയാളെ വല്ലവരോടും പറഞ്ഞു. സ്വാഗത സാറാണ് പിന്നെ ഞാൻ വരത്തില്ല, പലരൊക്കെ നടത്തും. അപ്പം മത്സരിക്കേണ്ട. കാരണം 2 ടൈം വന്നു. ഞാനും ഐസക്കൊക്കെ അങ്ങ് മാറിയില്ലേ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ തീരുമാനിക്കാൻ വേണ്ടി ഞാനൊരു ശുപാർശയ്ക്കും പോകത്തില്ല. ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല. ഇന്നേ വരെ എന്നെ മത്സരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, താങ്കൾ തുടങ്ങി വെച്ച പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പോലും താങ്കളെ ക്ഷണിക്കാതിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയല്ലോ. ക്ഷണിച്ചിട്ടില്ല. അല്ല, ഇപ്പൊ ഈ തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ കാര്യത്തില് ഉദ്ഘാടനത്തിന് സമയത്ത് ഉദ്ഘാടന ചിത്രത്തിൽ താങ്കളുടെ ഫോട്ടോ വെച്ചിരുന്നു. പിന്നെ എച്ച് സലാം എനിക്കൊന്ന് നേരിട്ട് വന്ന് ക്ഷണിച്ചു. എവിടെ? ഇല്ലേ, വീട്ടിൽ വന്ന്? ഇല്ല. ഫോണിൽ ക്ഷണിച്ചോ? ഇല്ല. നാലുകിറ പാലത്തിൻ്റെ ഒന്നും ഒന്നിനും ക്ഷണിച്ചിട്ടില്ല. ഇപ്പം അതേണ്ട ഏറ്റവും ഒടുവിൽ 100 കോടി രൂപ മുടക്കി പണിഞ്ഞ പിന്നെ ചേർത്തല പെരുമ്പളം പാലം ഉദ്ഘാടനത്തിനാവാനായിരിക്കുക. അവിടുത്തെ എന്താ പറയുന്നത്, ആരിഫും അന്ന് MLA ആയിരുന്നു. കരി പൈസ കൊടുക്കും. പിന്നെ ദിലീപയും കൂടെ പത്രസമ്മേളനമൊക്കെ നടത്തിയല്ലോ. ഞാനത് വായിച്ചു. ഈ പാലം ഒരുപാട് കടമ്പ കടത്തി ഗവൺമെൻറ്റിൽ തന്നെ ഈ 15,000 പേരുള്ള ഒരു വില്ലേജിൽ, ഒരു പഞ്ചായത്തിൽ ഈ 100 കോടി രൂപ കൊടുക്കണമെന്നൊക്കെ ഉള്ളത് 6 മാസം ഫൈനാൻസ് വകുപ്പ് തടഞ്ഞിട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് നിർബന്ധം വന്നു. അതിൽ പണിയണമെന്നുള്ള കാര്യത്തിൽ കത്തുകളൊക്കെ തന്നുകൊണ്ടിരുന്ന ആളാണ് ആരിഫ്. അയാളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചെറുക്കൻ അവിടുത്തെ നദി ചാടി, ഞാൻ ചാവും, ഇത് പണിഞ്ഞില്ലേ. ഇത് ഓരോരുത്തർ ചെയ്യിക്കുന്ന ചുമ്മാതെ ചാവാനൊന്നുമല്ല. അതൊക്കെ നമുക്കറിയാം. ഇത് പോട്ടെ. ഞാൻ പിന്നെ പിണറായിയുടെ അടുത്ത് ഫയലുമായിട്ട് പോയി. ഫൈനാൻസിൽ ഞാനിങ്ങനെ എടുത്തു. ഇത് പണിഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് പണിഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ 100 കോടി രൂപയും കൊടുത്തത് പണിഞ്ഞ് അതിൻ്റെ മണ്ണ് പരിശോധന കായലുണ്ട്. അവിടെ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് പാലത്തിൻ്റെ നിർമ്മാണമല്ല ശിലാസ്ഥാപനം പിണറായി നടത്തിയ അധ്യക്ഷനായിരുന്നു. 2 യോഗത്തിനും സഹവാരിഫുണ്ട്. MLA ആണ്. അതിനെപ്പറ്റി അവരൊരു അക്ഷരം പറഞ്ഞില്ല പത്രസമ്മേളനത്തിൽ. ഇപ്പോഴത്തെ MLAയും ആരിഫ് എഴുപ്പുണ്ടല്ലോ കൂടെ. ആരിഫ് പറഞ്ഞു കൊടുക്കണ്ടേ? ആരിഫ് എന്താ മറന്നു പോകാൻ കാര്യം? ആരിഫാണ് അന്ന് അതിനു വേണ്ടി കത്ത് തന്നെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അതാണ് എൻ്റെ മര്യാദ. അതാണ് കമ്മ്യൂണിസം. ചരിത്രത്തെ അംഗീകരിക്കുന്നതാണ്. ചരിത്രത്തെ അംഗീകരിക്കുന്നതിന് ഗുണം പിടിക്കുമോ? ഞാൻ വന്നതിന് ശേഷം ഇതെല്ലാം ഈ ഭൂലോകം ഉണ്ടായതൊക്കെ പറഞ്ഞാൽ എന്താ വിട്ടുതര? അപ്പോൾ അവരാ പത്രസമ്മേളനം നടത്തി. അവർ ഈ പാലം പണി ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളെപ്പറ്റി ഒരു അക്ഷരം അവർക്ക് അറിയത്തില്ല, അവർ അന്വേഷിക്കുന്നുമില്ല. അപ്പോൾ ഞാൻ അവരെ ഒന്നും വിളിച്ചു പതിവില്ല. കാരണം അവരെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കാൻ അവിടെ നമ്മൾ UDF ജയിക്കുന്ന ഒരു സീറ്റിൽ അവരെ നിർത്തുകയാണ് മെമ്പറാക്കുന്നത് ആദ്യം ജില്ലാ പഞ്ചായത്ത്.
അത് കഴിഞ്ഞ് അവർ നല്ല നിലപാടെടുത്തു. കാരണം ലത്തീൻ എടുത്ത് വന്നത് നല്ല സ്ത്രീയാണ്, പാടും, വോട്ട് കിട്ടും, ജയിച്ചു വന്നു. ഇപ്പോൾ MLA ആക്കി. അവരെ ഞാൻ വിളിച്ചത്, എന്താ മാഡം ഇതിങ്ങനെ, നിങ്ങളുടെ ഈ പാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതെന്ത് പ്രയാസപ്പെട്ടത്, ഞങ്ങളവിടെ വന്നിട്ട് പിണറായി ഞാനും കൂടി വന്നിട്ട് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയല്ലേ, നിങ്ങളതെന്താ പറയാത്തത്, കഴിഞ്ഞ ഗവൺമെൻറ് അല്ലേ ഈ പണം തന്നത്. അപ്പം എന്ത് പറഞ്ഞു? അയ്യോ ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് സംബന്ധിച്ച് പ്രസംഗിക്കുന്ന കാര്യമല്ല, ഞാൻ എല്ലായ്പ്പോഴും പറയും. ഞാൻ പറഞ്ഞു അതല്ല, ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങളത് പറയണ്ടേ. ഞാനതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാത്തത് മനഃപൂർവ്വമാണ്. നിങ്ങളോട് എനിക്കിപ്പോഴും ഒരു ആദരവും ബഹുമാനമുണ്ട്. അപ്പോൾ ഞാനിനി മത്സരിക്കുന്നതേ ഇല്ല. ഞാൻ അതൊക്കെ പറയാം, നിങ്ങളാരാ മത്സരിക്കണോ വേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ പ്രസക്തിയല്ല. പക്ഷേ പാലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ 15,000 ജനവാസമുള്ള 10,000 വോട്ട് മാത്രമുള്ള ഒരു പഞ്ചായത്തിൽ 100 കോടി രൂപയുടെ പാലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇതൊക്കെയാണ് വികസന നയം. 10 ആളായാലും അവർക്ക് വികസനം കിട്ടണം. 1.5 കിലോമീറ്റർ ആ കാര്യം 6 കുറുക വേണം ഈ പാലം. അല്ലെങ്കിൽ ബോട്ടയിലോ വള്ളത്തിലോ പോകാൻ പറ്റും. 15-20 മിനിറ്റ് എടുക്കും. ഞാൻ ഒരുപാട് പാർട്ടി പ്രവർത്തനത്തിൽ പോയിക്കൊണ്ടുവന്ന സ്ഥലമാണ് പെരുമ്പളം. അവിടുത്തെ LC സെക്രട്ടറിയാണ് എനിക്ക് ആദ്യം ഈ കത്ത് തരുന്നത്. പിന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, ആരിഫ് വന്നു. അപ്പോൾ MLA അല്ലേ. ഈ ചരിത്രമൊന്നും ആരും ഇവിടെ ഈ ചരിത്രം പറയേണ്ടത് അവരാണ്. ആരിഫും ആ സ്ത്രീയാണ് പറയേണ്ടത്, ആ മാഡമാണ് പറയേണ്ടത്. ഈ പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനം ഞാൻ പറയുകയാണ്. ഇതൊക്കെയാണ് അവഗണന എന്ന് പറയുന്നത്. ഇവരുടെ വിചാരം എന്താ, ഈ സുധാകരൻ പ്രായപരിധി വെച്ച് സ്റ്റേറ്റ് കമ്മിറ്റി മറുപടി അദ്ദേഹത്തിൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ പാർട്ടിയിൽ ഓരോരുത്തരുടെ കഥ കഴിയട്ടെ, ഇവിടെ കുറച്ച് പേര് മതി എന്നുള്ള തെറ്റായ സങ്കല്പം വന്നിരിക്കുന്നു. ആലപ്പുഴയിലെ കാര്യം ഞാൻ പറഞ്ഞത്, മറ്റു ജില്ലയിലൊന്നും എനിക്കറിയില്ല. ആലപ്പുഴയുടെ പാരമ്പര്യമൊന്നുമല്ല. ഞങ്ങൾ ഇന്നും VS-നെ പറ്റി പറയും, ഇന്നും ചന്ദ്രനാനന്ദനെ പറ്റി പറയും, TV തോമസിനെ പറ്റി പറയും, ഗൗരിയമ്മയെ പറ്റി പറയും, സുശീലയെ പറ്റി പറയും. ഈ കൃഷ്ണപിള്ള അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് വലിയ ചുടുകാട്ടിൽ കൃഷ്ണപിള്ളയെ പറ്റി ഞങ്ങൾ പറയും. അല്ല, വലിയ ചുടുകാട്ടിൽ ഒറ്റയ്ക്ക് പോയി പുഷ്പാർച്ചന നടത്തേണ്ടി വന്നൊരു സാഹചര്യം എന്നെ വിളിക്കാതിരുന്നുണ്ട്. പക്ഷേ അല്ല, അതും അവഗണനയാണല്ലോ. അല്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതെ. പിന്നെ അതേസമയം കഴിഞ്ഞ 5-6 വർഷമായിട്ട് VS ഭരിച്ചതിന് ശേഷം VS ചെയ്യാൻ ഭരിച്ചതിൻ്റെ അവസാനത്തെ ഒരു വർഷം ഓരോന്ന് വയ്യായിരുന്നു. ചുടുകാട് ദീപശ കൊളുത്തുന്ന ഞാനാണ് കഴിഞ്ഞ വർഷം വരെയും. അടുത്ത വർഷത്തെ എനിക്കറിയില്ല, ഈ വർഷത്തെ എനിക്കറിയില്ല, ഒക്ടോബർ വരെ അല്ലേ. എന്നെ തന്നെ പിടിക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലേ എന്നെയാണ് അവർ പിടിച്ചോണ്ടിരുന്നത് ഈ ജില്ലാ നേതൃത്വം നാസർ. അത് ഞാൻ പറയുകയാണ്. ഈ പ്രായപരിധിയിൽ ഇളവ് വരുത്താനുള്ള തീരുമാനം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ സമിതിയിൽ ഉൾപ്പെടുത്തിയതൊക്കെ വേറൊരു അർത്ഥത്തിൽ പാർട്ടിയുടെ തെറ്റുതിരുത്തലാണോ? അല്ല, പാർട്ടി തെറ്റ് കാണിച്ചതായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് തിരുത്തലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാവികാല ഫലങ്ങൾ, ചില തീരുമാനങ്ങൾക്ക് തീരുമാനങ്ങൾ ഭാവികാല ഫലത്തിൽ ഗുണകരമായിരിക്കില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൊരു പാർട്ടിയിലുണ്ട്. കാരണം ഈ വയസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിട്ടയർമെൻറ്റ് ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമില്ല. CPM ആദ്യം കൊണ്ടുവന്നത്. എൻ്റെ അറിവിലൊന്നുമില്ല. ഇനി സോവിയറ്റ് യൂണിയൻ കാണും പിൽക്കാലത്തെങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ. കാരണം സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞല്ലോ. അതെ, സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞ് പാളീസായല്ലോ. അതെ. USSR തകർന്നല്ലേ. USSR ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇസ്രായേൽ ജനങ്ങൾ കളിക്കുമോ? അമേരിക്ക ജനം കളിക്കുമോ? വെനിസ്വേലയൊക്കെ കയറി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുമോ? സോവിയറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലല്ലോ. ബംഗ്ലാദേശിലെ വിപ്ലവം, അതായത് പാകിസ്ഥാനിൽ നിന്നപ്പോൾ ആ വിപ്ലവം നടക്കുമ്പോൾ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട വന്നില്ലേ അതിനെ തകർക്കാൻ. അപ്പോൾ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയൻ ഉണ്ടാക്കിയ ഡിഫൻസ് കരാറുണ്ട്. അവർ സോവിയറ്റ് ആർമിയെ വിളിച്ചു. അവരുടെ കപ്പൽപ്പട വന്നപ്പോഴത്തേക്ക് അമേരിക്ക വാലും ചുരുട്ടി ഓടിയില്ലേ. ആ സാഹചര്യമൊക്കെ മാറി. അപ്പോൾ ആ സാഹചര്യം മാറി. ഇനിയിപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണയും വാങ്ങേണ്ട ഒന്നും വേണ്ട. ലോക സാഹചര്യം മാറുകയാണ്. ലോക വൈരുദ്ധ്യങ്ങളിൽ തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റമാണ്. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിന്റെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ സഖാവ് പറഞ്ഞത് അത് കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സർവേ നടന്നു, സഖാവ് ശ്രദ്ധിച്ചു കാണും, NDTVയുടെ ഒരു സർവേ. അതിൽ പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ UDF-ന് അനുകൂലമാണ് എന്നാണ്. മാത്രമല്ല പകുതിയിലധികം, ഏതാണ്ട് 52% ആളുകൾ ഈ സർക്കാരിന്റെ പ്രവർത്തനം ഒന്നെങ്കിൽ മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇങ്ങനെ കരുതുന്നത്? അല്ല, ആ സർവേ 100% ശരിയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് സർവേ നടത്തിയവരാരാണ്, അവരങ്ങനെയുള്ളവരാണ്, ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ ആ സർവേക്ക് എതിരായിട്ട് പറയല്ല. എനിക്കത് ബോധ്യമായ സർവേ അല്ല, എനിക്കറിയത്തില്ല. 52% വോട്ടൊന്നും UDF-നൂടെ കിട്ടാൻ പോകുന്നതേ ഇല്ല.
അല്ല സർവേയില് ചരിത്രത്തിൽ ഇതുപോലെ കിട്ടിയിട്ടില്ല. ജയിച്ചപ്പോഴും ഞങ്ങൾ കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. കഴിഞ്ഞ തവണ 47 100 സീറ്റ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 47% അല്ലേ. അത് കഴിഞ്ഞ് പാർലമെന്റ് വന്നു 36%. അല്ല സഖാവ്, ഈ സർക്കാരിന് വിലയിരുത്തിയതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങൾ വിലയിരുത്തുന്നതിൽ 52% ആളുകൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ചില സ്ഥലങ്ങളിൽ ജനങ്ങൾ നെഗറ്റീവായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യാപകമായിട്ടുണ്ടെന്നൊന്നും പറയാനൊക്കത്തില്ല. എത്രയോ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചു, പല സ്ഥലത്തും ജയിച്ചില്ലേ, ഒരുപാട് സ്ഥലത്ത് ജയിച്ചില്ലേ, കുറച്ച് തോറ്റിട്ടുണ്ട്. അതൊക്കെ ഇവിടെ റിവ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം ഇലക്ഷൻ കാലത്ത് വിജയത്തിന് പറ്റിയ തരത്തിലുള്ള സ്ഥാനാർത്ഥിയും അതുപോലെയുള്ള ക്യാമ്പയിനും ഒക്കെ വരണമെങ്കിൽ പാർട്ടിക്കകത്തുള്ള മെമ്പർമാരുടെ അഭിപ്രായം മാത്രം പോരാ. അവർ പാർട്ടിക്കകത്ത് പറയും. പാർട്ടിക്ക് വെളിയിലുള്ള സർവസമ്മതരായ രാഷ്ട്രീയ പാർട്ടികൾ അംഗമല്ലാത്ത വ്യക്തികളുണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് രേഖ 20 വർഷം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചോദിക്കണം ഇവിടെ ആരാണ്, അവർ പറയുന്നത് കറക്റ്റായിരിക്കും. അതുണ്ടാകുന്നില്ല ഇപ്പോൾ. അല്ല, അങ്ങനെ സിസ്റ്റം ഇല്ല. അത് അന്നുമില്ല, പിന്നെ ഒരിക്കലും ഇല്ല. അങ്ങനെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്ന് പറയുകയാണ്. മനസ്സിലായി. ഒരു പരാജയം ഉണ്ടായപ്പോഴാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അല്ല, ഇപ്പം തന്നെ എന്താ, ഇപ്പം ഞാൻ ആലപ്പുഴയുടെ കാര്യം പറഞ്ഞു. എനിക്ക് മറ്റൊന്നും അറിയില്ല, അറിയാൻ വേണ്ട കാര്യം പറയാം. ഇവിടെ 9 സീറ്റാണ്. ഈ 9-ൽ 8 സീറ്റ് ജയിക്കാനുള്ള ഹിസ്റ്ററി എന്താ? 2005 ഇവിടെ 11 സീറ്റുണ്ട് ഇതേ ജില്ലയിൽ തന്നെ. അത് 12 സീറ്റുണ്ട്, മാരാരിക്കുളമുണ്ട്. അത് രണ്ടും ഇപ്പോൾ ഇല്ല. 12ൻ്റെ 1, 2, 3 പഞ്ചായത്ത് അങ്ങ് പത്തനംതിട്ട പോയി. അതെ. ബാക്കി എല്ലാം കൂടെ ചേർന്ന് മാവേലിക്കര ഒറ്റ മണ്ഡലം, മാവേലിക്കര 12 ഒറ്റ മണ്ഡലമായി. ഇതില്ല. ആലപ്പുഴ മണ്ഡലമായി, മാരാരിക്കുളമില്ല. 5 സീറ്റ് LDFനും 6 സീറ്റ് UDFനുമായിരുന്നു 11 ഈ 2006. ഞാൻ വയസ്സൊക്കെ ഒക്കെ മിനിസ്റ്ററായ കാലം. അതെ, മിനിസ്റ്ററായില്ലേ. അത് കഴിഞ്ഞ് 2011 ആയപ്പോൾ ഞങ്ങളുടെ സീറ്റ് 9-ൽ 7ആയി. 11 പോയി, പിന്നെ സീറ്റ് 9ആയി, അതിൽ 7ആയി. 2014 ഞാൻ അവസാനം മത്സരിച്ചതിൽ ഞങ്ങളുടെ 9-ൽ 8ആയി. ഞാൻ അവസാനം ഇപ്പം മന്ത്രിസ്ഥാനമൊക്കെ ഒഴിഞ്ഞ് വന്ന 21 അന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ലീഡർഷിപ്പ് എനിക്കായിരുന്നു. അന്ന് 9-ൽ 8ഉണ്ട്, ഇപ്പോൾ 9-ൽ 8ഉണ്ട്. ആ 9-ൽ 8 നിലനിർത്താൻ എന്തൊക്കെ വേണം എന്നുള്ളതല്ലേ ഇപ്പോൾ ആലോചിക്കേണ്ടത്. അപ്പോൾ 9-ൽ 9 പിടിക്കാമെന്നൊക്കെ പറഞ്ഞാലും ഹരിപ്പാട് CPIയുടെ സീറ്റാണ്, അവരാണ് സ്ഥാനാർത്ഥി നിർത്തുന്നത്. പിന്നെ രമേശ് ചെന്നിത്തല, അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ 8 സീറ്റ് 8 സീറ്റ് ഇപ്പോൾ 16-ൽ 21 ഇല്ലേ. ഈ 2 ഇലക്ഷനിൽ ഞാൻ തന്നെയാണല്ലോ മുമ്പ് നിന്ന് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ഈ 16-ൽ. ആ 16-ൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങൾ, റോഡുകൾ, സർക്കാർ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്ന മാറ്റങ്ങൾ, ആരോഗ്യമേഖല, ഈ മാറ്റങ്ങളെല്ലാം വന്നല്ലോ 16-ലെ ഗവൺമെൻറ്റിൽ. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, ഇത്രയും നല്ലൊരു ഗവൺമെൻറ് EMSൻ്റെ 57 67 ഗവൺമെൻറ്റിനെ മാറ്റി നിർത്തിയാൽ, അത് മാറ്റി നിർത്താൻ കാരണം അടിസ്ഥാന വികസനമൊന്നുമല്ല, ഭൂപരിഷ്കാരവും വിദ്യാഭ്യാസം, ഈ 2 കാര്യമാണ്. ഈ 2 കാര്യത്തിനാണ് ആ ഗവൺമെൻറ്റിൻ്റെ കേരളം ഉള്ള കാലത്തോളം ഉള്ളത്. ഇപ്പോൾ ഭൂപരിഷ്കാരത്തിൻ്റെ ആവശ്യമില്ല, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന വികസനം. 500 പാലങ്ങളാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. തിരുവനന്തപുരത്ത് 6 പേരിൽ ഡിസൈൻ വിങ് അങ്ങ് മാറ്റി, അവിടെ തന്നെ 25 പേരായി. 25 പേര് ഇവിടെ എറണാകുളത്തൊരു ഡിസൈൻ വിങ്, കോഴിക്കോട് 75 പേരായി ഡിസൈൻ വിങ്ങിൽ മാത്രം. ചാല പരാതി ഡിസൈൻ, പക്ഷേ 2-3 വർഷം എടുക്കും ഡിസൈൻ ചെയ്യാൻ. ചാല പരാതി ഡിസൈൻ ചെയ്യല്ലേ, പുതിയ രീതികൾ കൊണ്ടുവന്നു. അങ്ങനെ 500 പാലം ഡിസൈൻ ചെയ്ത്, അതിലൊരെണ്ണമാണ് ഈ പെരുമ്പളം പാലം. അല്ല സഖാവ്, ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ വികസനം തന്നെ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞത് അങ്ങനെ അടിസ്ഥാന വികസനത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങളെ ആസ്പദമാക്കി മത്സരിക്കാൻ എനിക്ക് പറ്റിയില്ല. മത്സരിച്ചതിന് 50,000 വോട്ട് എനിക്ക് ഭൂരിപക്ഷം. ഐസക്കിന് ഒട്ടും കുറയാതെ കിട്ടും. എനിക്ക് 23 കിട്ടിയപ്പോൾ 35 ഐസക്കിന് കിട്ടിയത്. ഇപ്പോൾ അത് 12,000 ഉള്ളൂ. ചിത്തരഞ്ജന് ഇവിടെ 15,000. ഇവിടെ മാത്രം കുറഞ്ഞ എന്തോ ഒരു വലിയ കുഴപ്പമാണ് എന്ന മട്ടിലാണല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആ വികസനത്തിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ പറഞ്ഞ് വോട്ട് കിട്ടിയ ഇലക്ഷനാണ് ഈ കഴിഞ്ഞ 2021. അതുകൊണ്ടാണ് പലരും ജയിച്ചത്. അല്ല, അതിൻ്റെ ഒരു ലിവറേജ് ഇനി കിട്ടാൻ ചാൻസ് ഇല്ല, ചാൻസ് കുറവാണ്. എന്നാലും വേറൊരു തരത്തിൽ ചില സ്ഥാനാർത്ഥികൾ അങ്ങനെയുള്ളവരാണ് കിട്ടും. അല്ല, ഇപ്പോൾ ഈ സർക്കാരും LDFും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഈ വർഗീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ
അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശം, എനിക്കൊന്ന് കേരളത്തിലെ മതേതര മനസ്സുള്ള, ഇപ്പം ഞാൻ രാഷ്ട്രീയാതീതമായി മതേതര മനസ്സുള്ള ആരും അത്തരം പരാമർശങ്ങളോട് യോജിക്കില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കൊണ്ടുപോയത് അടക്കമുള്ള വിമർശനങ്ങളും ഒരുപാട് വിലയിരുത്തലുകളും ഒക്കെ വന്നു. അതിനുശേഷം NSS SNDP ഐക്യം എന്ന് പറയുന്ന ഒരു പുതിയ ആശയം വന്നു. അത് ഇതേപോലെ തന്നെ വിമർശിക്കപ്പെട്ടു. അതിൽ നിന്ന് NSS പിന്മാറി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വർഗീയ സ്വഭാവമുള്ള, ഇപ്പോൾ CPM നേരിടുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഇപ്പോൾ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു. അതുകൊണ്ട് അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി കൊണ്ടുവരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം MB ഗോവിന്ദൻ പറഞ്ഞതൊക്കെ സഖാവ് ശ്രദ്ധിച്ചു കാണും. ഇത് അഭിലഷണീയമാണോ? അല്ല, ഈ വെള്ളാപ്പള്ളിയെ എനിക്ക് ദീർഘകാലമായിട്ട് അറിയാം. അദ്ദേഹം SNDPയിലൊക്കെ വരുന്ന രൂപം അദ്ദേഹം അറിയപ്പെടുന്ന റെയിൽവേ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ തഴിയിലൊക്കെ റെയിൽവേ ലൈൻ ഇടുമ്പോൾ അവിടുത്തെ പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം അവിടെ ഹൈവേ താമസിച്ചു. അപ്പോൾ ഞങ്ങൾ പരിഹരിച്ചു കൊടുത്തു. നല്ല ബന്ധമാണ്. ഇന്നേ വരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ ഈ വീണ് അവിടെ 22-ാം തീയതി അവിടെ നവംബർ 22 ഹോസ്പിറ്റലായിരുന്നല്ലോ. 23-ാം തീയതി അദ്ദേഹം വന്നു. എൻ്റെ അടുത്ത് 1.5 മണിക്കൂറായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ ഉപകാരം ചെയ്ത് കൊടുത്തിട്ടല്ല. സുബാനന്ദൻ സാർ വന്നു. 40 മിനിറ്റ് ഇവിടെ ആ മുറിക്കകത്തിരുന്നു. ഞാൻ കിടന്ന മുറിയിൽ. അത് എവിടെ കിടന്ന് പോയിരിക്കുമോ. 2 ബിഷപ്പുമാർ വന്നു. മാവേലിക്കര ബിഷപ്പും ആലപ്പുഴ ബിഷപ്പും. വരാത്തവരാ. അപ്പോൾ നമ്മളോടുള്ള ഒരു പരിഗണന എന്താണെന്നുള്ള കാരുണ്യം എനിക്ക് അപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. എല്ലാവരും വരികയാണ്. 10,000-3,000-ഓളം ആൾ വന്നു കഴിഞ്ഞു. ഈ 10-70 ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഈഴവരുടെ കാൻഡിഡേറ്റ്സ് ഈഴവനായതുകൊണ്ടൊന്നും ജയിക്കണമെന്നില്ലാതെ പുള്ളി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രത്യേക കാൻഡിഡേറ്റിനെ പറ്റി ഞാൻ പേര് പറയുന്നില്ല. ആ ഈഴവനായതുകൊണ്ടൊന്നും അടി ജയിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം SNDPയുടെ സെക്രട്ടറി ആകും. ആ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു. എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. NSS ജനറൽ സെക്രട്ടറി NS നായർമാർക്ക് വേണ്ടി വാദിക്കത്തില്ലേ? അത് സമുദായത്തിന് വേണ്ടി വാദിക്കുക മാത്രമല്ല, മുസ്ലിങ്ങൾ അപകടകാരികളാണെന്ന് പറഞ്ഞു. പക്ഷേ മാത്രമല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അദ്ദേഹം പിന്നീട് പറഞ്ഞു. അപ്പോൾ സഖാവ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയല്ല, താങ്കൾക്ക് അറിയാവുന്നിടത്തോളം. പക്ഷെ അദ്ദേഹം നടത്തിയ പരാമർശത്തിന് ഒരു വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ വലിയ പുകിലൊക്കെ ഇവിടെ ഉണ്ടായി. ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെയുള്ളൊരു പരാമർശമാണല്ലോ വെള്ളാപ്പള്ളി നടത്തിയത്. അല്ല, ആ പരാമർശത്തെ പറ്റി വ്യാപകമായിട്ടുള്ള വിമർശനവും കുറേ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള SNDP യോഗം എന്ന് പറയുമ്പോൾ ഒരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒറിജിനൽ ബൈലാ പ്രകാരം സർവ്വ സമുദായങ്ങൾക്കും സർവ്വ മതങ്ങളിൽപ്പെട്ടവർക്ക് അത് ചേരാം. ശിവഗിരി മഠത്തിൽ തന്നെ നായർ വിഭാഗത്തിൽപ്പെട്ട വലിയ സ്വാമിമാരുണ്ടായിരുന്നു ഒരു കാലത്ത്. രാമങ്കലിലൊരു സ്വാമി മരിച്ചപ്പോൾ ഇവിടെ കൊണ്ടടക്കി. അയാളൊരു നായരായിരുന്നു. അങ്ങനെ ജാതിഭേദം മതോദ്ദേശമില്ലാന്നുള്ളതാണല്ലോ ഗുരുവിൻ്റെ. അപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. മൊത്തത്തിൽ നമ്മുടെ സമുദായ സംഘടനകൾക്കെല്ലാം ഒരു എന്താ പറയുക, അവരുടെ കാഴ്ചപ്പാടിൻ്റെ വിശാലത കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. എല്ലാ സമുദായ സംഘടനയും കുറച്ച് ചുരുങ്ങി സമുദായം കേന്ദ്രീകരിച്ചുള്ളതായി വന്നിട്ടുണ്ട്. അത് SNDPയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു മുസ്ലിം വിരോധിയായിട്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹം മത്സരിക്കുന്നില്ല. അങ്ങനെയൊന്നുള്ള വ്യാമോഹമൊന്നും അദ്ദേഹത്തെ വ്യാമോഹമല്ല മോഹമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വേറെ ആരെയും ആശ്രയിക്കുന്നത്. SNDPയിലല്ലാതെ അദ്ദേഹം സർക്കാരിൻ്റെ ഒരു സ്ഥാനമാനം ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അദ്ദേഹം ആരെങ്കിലും അവിടെ പിടിച്ച് കയറ്റാനും ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്ന് തോന്നത്തക്ക തരത്തിൽ പ്രസ്താവന വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് അതൊരു ആയുധമായി. ഇതൊക്കെയാണ് ശരിയാണ്. അദ്ദേഹം പിന്നെ പറഞ്ഞു ഞാനതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞതോടുകൂടി ആ പ്രശ്നം അവസാനിപ്പിക്കുക. അതാണ് നല്ലത്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം, അതിനും ഒരു വർഗീയ സ്വഭാവമുണ്ട് എന്ന് വിലയിരുത്തൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു കൂട്ട് ഇപ്പോൾ UDF മാത്രമുള്ളതല്ല. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ CPM-നൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം? അത് ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അതൊരു രാഷ്ട്രീയ തന്ത്രമായി നിലനിൽക്കത്തില്ലല്ലോ. രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കേന്ദ്രീകരിച്ച് അതിനെ എതിർക്കുന്നതല്ലല്ലോ രാഷ്ട്രീയ തന്ത്രം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കും ഇലക്ഷൻ്റെ രാഷ്ട്രീയ തന്ത്രം. എന്നാലേ ജയിക്കാൻ പറ്റുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ഓരോ കാലത്തും ഓരോരുത്തർക്കും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്.
സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിക്കാതിരുന്നിട്ടുണ്ട് എല്ലാ പാർട്ടികളും. അതെ. അത്രയും പറയേണ്ട കാര്യമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചൊരു ചർച്ച വരുന്നത് തന്നെ അവരുടെ കഴിവിന് അതീതമായ ഒരു കാര്യം അവർക്ക് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അവരുടെ കേരളത്തിലുള്ള സ്വാധീനം മുസ്ലിം സമുദായത്തിൽ അവർക്ക് ചെറിയ സ്വാധീനമല്ലേ ഉള്ളൂ. അതായത് സംഘടനാപരമായി ആശയപരമായി അവരുടെ സ്വാധീനം കുറേ കൂടെ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മുസ്ലിംസ് മൈനോറിറ്റിയാണ് ഇന്ത്യയിൽ. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 50ഓളം രാജ്യങ്ങളുണ്ട് ലോകത്ത്, അവരാ ഭൂരിപക്ഷം. നമ്മുടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യക്ക് ഉദാഹരണം നമ്മളിവിടെ തന്നെ അറബ് രാജ്യങ്ങൾ, ഏഷ്യയിൽ തന്നെ, ഏഷ്യയിൽ തന്നെ ഈജിപ്റ്റ്, ആഫ്രിക്കയിലെ ഒരു വലിയ വിഭാഗം രാജ്യങ്ങൾ മുസ്ലിം കേന്ദ്രീകൃതമല്ലേ. മുസ്ലിം ഭൂരിപക്ഷമാണല്ലോ പല രാജ്യങ്ങളും ആഫ്രിക്കയിൽ, പിന്നെ നൈജീരിയയൊക്കെ എടുത്താൽ. അപ്പോൾ പിന്നെ മലേഷ്യ, ഇവിടെ എല്ലാം മുസ്ലിങ്ങൾക്ക് നല്ലൊരു ഇതുണ്ട്. പിന്നെ അമേരിക്കയിൽ പോലും ഉണ്ടല്ലോ 10-15% മുസ്ലിങ്ങളിപ്പോൾ. ഇവിടെ ഇല്ലാത്തത് ഈ എണ്ണത്തിൽ, അതായത് വിശ്വാസികളുടെ എണ്ണത്തിൽ ലോകത്തിലെ 2ാമത്തെ മതമല്ലേ ഇസ്ലാം. 1ാമത്തേത് ക്രിസ്ത്യാനിറ്റി, 3ാമത് ഹിന്ദു. ഇന്ത്യയിലും നേപ്പാളിലും ഉള്ളെങ്കിലും ഇന്തോനേഷ്യ കുറച്ചുണ്ട്, പാകിസ്ഥാൻ കുറച്ചുണ്ട്. പക്ഷേ ഇവിടെ 140 കോടിയുള്ളത് 100 കോടിയിലേറെ ഹിന്ദുക്കളല്ലേ. അപ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ബുദ്ധ ഇതൊക്കെയാണല്ലോ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗത്തിൽ ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമുദായത്തല്ല, ഒരു മതത്തെയും വിശ്വാസികളെയും ആർക്കും തള്ളി പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെ എല്ലാവരും അംഗീകരിക്കണം. അംഗീകരിച്ചില്ലെങ്കിൽ മുസ്ലിംസിനൊന്നും പ്രശ്നമില്ല. ഇവിടെ തന്നെയാണ് മോർ ദാൻ 20 crores ഇപ്പോൾ, 20 കടന്ന് 25 സംശയമാണ് ഇവിടെ. ഈ ജമാഅത്തെ ഇസ്ലാമി വിമർശനം അപ്പോൾ അനാവശ്യമാണെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന നോക്കണം എന്താണെന്ന്, അവരുടെ പരിപാടി നോക്കണം. അവർ പലയിടത്തും പലതരത്തിലാണ്. ചില സംസ്ഥാനങ്ങളിൽ തികച്ചും വർഗീയമായി അക്രമാസക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അവർ. കേരളത്തിൽ കൈവെട്ടിയതവരാണോ? അല്ല അല്ല അല്ല. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വ്യാപകമായ അക്രമാസക്തമായ ഒരു നിലപാട് അവർ എടുത്തിട്ടില്ലേ. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള മതനിരപേക്ഷമായ ഉള്ളടക്കവും വ്യാപ്തിയും കൊണ്ടായിരിക്കും. ഇന്ത്യയിൽ മൊത്തത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ശൈലി മറ്റൊരു തരത്തിലാണ്. കാശ്മീരിലുണ്ടായിരുന്നു തോന്നുന്നു. അതെ, അല്ല ഞാൻ പറഞ്ഞത് ബംഗ്ലാദേശിലുള്ളത് പോലെയല്ല. അല്ല, ബംഗ്ലാദേശിലൊക്കെ തികഞ്ഞ വർഗീയതയാണ്. മറ്റുള്ളവരെ കൊല്ലുകയല്ലേ. എത്ര ഹിന്ദുക്കളെ തല്ലി കൊണ്ടാണ് മോദി അനങ്ങിയോ? ഇല്ലെങ്കിൽ ഹിന്ദു പാർട്ടിയാന്ന് അവകാശപ്പെടുകയല്ലേ. ഹിന്ദുക്കളെ തല്ലിക്കൊന്നാണ് ലഞ്ച് എന്ന് പറഞ്ഞാൽ തല്ലി ചതച്ചു കൊല്ലുന്നതാണ്. ഈ മോദി അനങ്ങിയോ? ഒരു ശബ്ദം ഉയർത്തിയില്ലല്ലോ. ഉയർത്തിയോ? എന്താ ബംഗ്ലാദേശ് ആരാ നമ്മുടെ മുമ്പിൽ? ആരുമല്ല. അപ്പോൾ ഈ പറയുന്ന വാക്കുകളൊന്നും അല്ല ഇവരുടെയും. നമ്മുടെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നും കൂടി നോക്കണം. സഖാവ്, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും? ഇപ്പോൾ നിരന്തരം UDF-നെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ജമാഅത്തുമായിട്ടുള്ള കൂട്ടുകെട്ട് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രി അദ്ദേഹം എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ചരിത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നു വാർത്താ സമ്മേളനത്തിൽ. എന്തുകൊണ്ടാണ് CPM ഈ ഒരു നിലപാടെടുക്കുന്നത്? മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ള വിശ്വാസമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി വിശദമായ ചർച്ചയൊന്നും, അതിനെ കേന്ദ്രീകരിച്ച ഒരു ചർച്ചയൊന്നും ഞാൻ 68 വർഷം പാർട്ടി ചെയ്തപ്പോൾ ഞാൻ കേട്ടിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണും. എന്താണ് ജമാഅത്തെ ഇസ്ലാമിനുള്ളടക്കം, എന്താണ് അവർ ചെയ്യുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ റിലീജിയൻ കമ്മ്യൂണിറ്റി അവർക്കുള്ള സ്വാധീനം എന്താണ്, ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു കാര്യമായ പഠനമൊന്നും എന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ സാമാന്യബോധം കൊണ്ട് മനസ്സിലാക്കുന്നത് ഒരു 2-3% മുസ്ലിങ്ങളെ പോലും അവർ സ്വാധീനിക്കുന്നില്ല. അല്ല, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്നില്ല. മനസ്സിലായി. അല്ല, അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് ഒരു തന്ത്രമായി ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതാണ് CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമൊന്നും അല്ലത്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കണം. പക്ഷേ അതിൽ പ്രധാന ഡേഞ്ചർ ഭൂരിപക്ഷ വർഗീയതയാണ്. ഇതാണ് ഞങ്ങളുടെ തീസിസ്. ന്യൂനപക്ഷ വർഗീയത വന്നാൽ ഭൂരിപക്ഷ വർഗീയത ശക്തി പ്രാപിക്കും. ഭൂരിപക്ഷ വർഗീയത വന്നാൽ ന്യൂനപക്ഷ വർഗീയതയെ ശക്തി പ്രാപിക്കും. പക്ഷേ ഇതിൽ ഒന്നാമത്തെ അപകടമെന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയത തന്നെ. കാരണം അവർ ഭൂരിപക്ഷമാണതുകൊണ്ട് തന്നെ ന്യൂനപക്ഷം അത്രയല്ല. അപ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയം മൊത്തം നോക്കിയാൽ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ
രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ 67 ഐക്യമല്ലേ, ഐക്യമായിരുന്നല്ലോ, മുസ്ലിം ലീഗ് ആയിരുന്നല്ലോ. അന്ന് കോൺഗ്രസ് 9 സീറ്റിലേക്ക് ചുരുങ്ങിയില്ലേ, 9 സീറ്റ്സ്. കരുണാകരൻ ലീഡർ 9 സീറ്റ്, അതെ ബാക്കി 112 120 അതെ 112 113 സീറ്റ് ഇടതുപക്ഷത്തിനല്ലേ കിട്ടിയേ. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയിൽ എത്ര സീറ്റ് കിട്ടുമോ? കിട്ടത്തില്ല. എന്തുമാത്രമല്ല 64 പാർട്ടി രണ്ടായപ്പോൾ CPM ആണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ മുഖമെന്ന് തെളിയിക്കാൻ ഈ 67 വിജയം സഹായിച്ചു. അതാണ് EMSൻ്റെ അടവ്. അത് അടവായിരുന്നു. പാർട്ടിയെ ഉറപ്പിച്ച് നിർത്താനും പാർട്ടിയുടെ ബഹുജന പിന്തുണ അത് പ്രയോജനമുണ്ടായി. ഇപ്പം എന്നും CPM തന്നെയല്ലേ ഒന്നാമത് നിൽക്കുന്നത്. അന്നിട്ട് അസ്ഥിവാരമാണ്. ഈ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തുടർച്ചയായ ഭരണം ജനാധിപത്യ സംവിധാനത്തിന് ദോഷം ചെയ്യും, അത് മാറി മാറിയുള്ള ഭരണമാണ് എല്ലാ കാലത്തും ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്താൻ നല്ലതെന്നാണ്. ഇപ്പോൾ 3ാം ഭരണം ലക്ഷ്യമിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ എന്ന് ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിനോട് K. സച്ചിദാനന്ദൻ ഇങ്ങനെ ഒരു പ്രസ്താവന. സച്ചിദാനന്ദനൊരു കവിയും ചിന്തകനുമായിട്ടൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്. കവിതയൊക്കെ എഴുതാറുണ്ട്. അദ്ദേഹത്തിന് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി പരിചയമുണ്ട്, ഡൽഹിയിലൊക്കെ ശരിയാണ്. പക്ഷേ ഒരു ഡിക്റ്റിം പോലൊന്നും അവതരിപ്പിക്കാൻ പാടില്ല. തുടർച്ചയായി ഭരണം ഉണ്ടാകുന്ന അപകടകരമാണ്. അങ്ങനെ സിദ്ധാന്തം അവതരിപ്പിക്കാൻ പറ്റുമോ? സച്ചിദാനന്ദൻ്റെ ആ സിദ്ധാന്തം തെറ്റാണ്. തുടർച്ചയായി ഭരണം ഉണ്ടായാൽ എങ്ങനെയാണ് ചെയ്യാൻ? തുടർച്ചയായി ഭരണം ഉണ്ടാകുമ്പോൾ അഹങ്കരിച്ചാലാണ്, അതിനെ മിസ്യൂസ് ചെയ്താലാണ്. ആ അധികാരമുള്ള പാർട്ടിക്കകത്ത് കടന്നു കയറി ആൻറ്റി സോഷ്യൽസ് കാര്യം സാധിക്കുമ്പോഴാണ് ജനപിന്തുണ പോകുന്നത്. നേരെ ഭരിച്ച വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. സച്ചിദാനന്ദൻ പറഞ്ഞു അങ്ങനെ സോഷ്യലിസം തെറ്റാണെന്ന് അയാൾ പറയുന്നത്. സോഷ്യലിസം ഒറ്റ പാർട്ടിയുടെ ഭരണമാണ്. 70 വർഷമാണ് സോവിയറ്റ് യൂണിയൻ ഇരുന്നത്. അവസാനം ഈ ഗോർബച്ചോവും മറ്റവനും മറിച്ചവനും എന്ന് കാണിച്ച് വേണ്ടാതിനും കൊണ്ടുപോയതല്ലേ അത്. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും അത് വിവരക്കേട് കൊണ്ടുപോയതല്ലേ. അതിനു മുമ്പ് പോയില്ലല്ലോ. 1ഉം 2ഉം ലോകമായുധങ്ങളെ നേരിട്ട് ഈ ലോകത്തെ രക്ഷിച്ച രാജ്യമല്ലേ. ഹിറ്റ്ലറെ തോൽപ്പിച്ചതവരല്ലേ. ഹിറ്റ്ലറെ തോൽപ്പിച്ചത് അവരാണല്ലോ. ഹിറ്റ്ലർ റഷ്യൻ ചെമ്പടയുടെ പിടിയിൽപ്പെടാതെ ജർമ്മൻ പാർലമെൻറ്റായ റീസ്റ്റാഗിൻ്റെ അടിയിലുള്ള അയാളുടെ രഹസ്യ നിലവറയിൽ അയാളും അയാളുടെ കാമുകിയായിട്ടുള്ള വിവാഹങ്ങൾ ശാസ്ത്രീയമായിട്ട് ആത്മഹത്യയല്ലേ ചെയ്തത്. അല്ല, സച്ചിദാനന്ദൻ പറഞ്ഞത് ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ ഈ മാറി മാറിയുള്ള ഭരണം സ്വേച്ഛാ സ്വഭാവത്തിലേക്ക്. ഈ ജനാധിപത്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പൂർഷ ജനാധിപത്യമുണ്ട്, സോഷ്യലിസ്റ്റ് ജനാധിപത്യമുണ്ട്. പ്രധാനമായി 2 ജനാധിപത്യം. അതെ, സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിൽ യഥാർത്ഥ ജനാധിപത്യമാണ്. കാരണം അതാ നാട്ടിലെ വളരെ ചുരുങ്ങിയ കുത്തകകളെ ഒഴിവാക്കി മുഴുവൻ ആളെയും പ്രതിനിധീകരിക്കുകയാണ്. പാർലമെൻ്റ് ഡെമോക്രസിയേക്കാൾ ഹയറായിട്ടുള്ള ഒന്നാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. പാർലമെൻ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1,00,000 പേര് വോട്ട് ചെയ്തൊരു മണ്ഡലത്തിൽ എന്ന് വെക്കുക. ഒരാൾക്ക് 40,000 കിട്ടി, ഒരാൾക്ക് 35,000 കിട്ടി, ഒരാൾക്ക് വേറെ 35,000 കിട്ടി. അപ്പോൾ 40,000 കിട്ടിയാൽ ചോദിച്ചു ഭൂരിപക്ഷത്തിന് പിന്തുണയില്ല. മനസ്സിലായി. ഭൂരിപക്ഷത്തിന് പിന്തുണയുള്ള എത്ര പേരുണ്ട് MP-മാരിൽ? ശരിയാണ്. ഭൂരിപക്ഷത്തിന് പിന്തുണയുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഇന്ന് വരെ വന്നോ ഇന്ത്യയിൽ? ഇന്ത്യ ഭരിച്ച ഒരു ഗവൺമെൻറ്റും ഭൂരിപക്ഷമില്ല. 48-49% ടോട്ടൽ വോട്ടിൽ കിട്ടിയത് രാജീവ് ഗാന്ധി ഭരിച്ചപ്പോൾ മാത്രമാണ്. അല്ല, രാജീവ് ഗാന്ധിക്കാണ് കിട്ടിയത്. ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ, ഓർമ്മയില്ലേ? അപ്പോൾ ഭൂരിപക്ഷം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ജനാധിപത്യമാണ്. ജനാധിപത്യം പാർലമെൻ്റ് ഡെമോക്രസിയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതെ, ഈ മാറി മാറി സോഷ്യലിസ്റ്റ് മാറി മാറി വരുത്തില്ലല്ലോ, വിപ്ലവമാണല്ലോ. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രൊളറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പാണല്ലോ. അതെ, അത് ഭൂരിപക്ഷത്തിൻ്റെ ഭരണമാണെന്നാണ് ലെനിൻ പറഞ്ഞത്. കാരണം ഭൂരിപക്ഷം പണിയെടുക്കുന്നവരാണ്, അവരുടെ ഡിക്റ്റേറ്റർഷിപ്പാണ്. അത് ബൂർഷാസിക്കും ഇമ്പീരിയാലിസ്റ്റ് ഫോഴ്സിനും ഫ്യൂഡലിസ്റ്റുകൾക്കും എതിരായിട്ട് അത് ഉപയോഗിക്കത്തുള്ളൂ. അവരൊരു 10% പോലും ഇല്ല. അതാണ് അതിൻ്റെ ആ സിദ്ധാന്തം. അറിയാവുന്ന ആരായിപ്പോൾ ഈ ആരാണ് ഇങ്ങനെ ആരെങ്കിലും മറുപടി പറയുന്നുണ്ട്? ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മുമ്പ്. എന്താണ് മറന്നത്? അപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലെയിൻ കാഴ്ചപ്പാട്, നിഷ്കളങ്കമായൊരു കാഴ്ചപ്പാടാണ് എന്നേ പറയാൻ പറ്റും. പക്ഷെ അതല്ല അതിന് ശരിയായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനം. അതുകൊണ്ട് 3-4 തവണ അധികാരത്തിൽ വന്നാലും നല്ല ഗവൺമെൻറ് ആണെങ്കിലോ നിലനിൽക്കും. നല്ല ഗവൺമെൻറ്റും നല്ല മന്ത്രിമാരുമാണെങ്കിൽ വളരെ കുഴപ്പമുണ്ടോ? ഉൾക്കാഴ്ചയുള്ളവർ, ലോകത്തെപ്പറ്റി പഠിച്ച്, രാജ്യത്തെപ്പറ്റി പഠിച്ച്,
സ്വന്തം നാടിനെ പറ്റി പഠിച്ച, സ്വന്തം പാർട്ടിയെ പറ്റി പഠിച്ച, എല്ലാവരെയും പറ്റി പഠിച്ച് അപകടമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിവുള്ള മന്ത്രിമാരാണ് മുഴുവൻ ആളുകളെങ്കിൽ അതിനെ നയിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? സഖാവ്, ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള എൻ്റെ ചോദ്യം, ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങാൻ സഖാവ് തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ താങ്കൾ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിൽക്കുന്നത്? തയ്യാറായി നിൽക്കുന്നില്ല. കാരണം സ്ഥാനാർത്ഥി ആവണമെങ്കിൽ പാർട്ടി മെമ്പറായി ഞാൻ ആവണമെങ്കിൽ പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ മത്സരിക്കുന്നതിന് തയ്യാറാണ്, ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ ഒരു മാസം മുമ്പായിരുന്നു ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് അത് ടെലിവിഷനിലൊക്കെ പലരും കൂട്ടി. എന്നിട്ടൊരു ഏതോ ഒരു ടെലിവിഷൻ്റെ അകത്തൊരു ജോർജ് പൊടിപ്പാറ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ജീസുകാരൻ മത്സരിക്കത്തില്ല, കിടപ്പ വയ്യ, രോഗം എനിക്ക്, പുള്ളി പറയുകയാണ്. എന്നിട്ട് പുള്ളി ഓരോ മണ്ഡലോചിനെടുത്ത് പറഞ്ഞു രമേശ് ചെന്നിത്തല അവിടെ ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പുള്ളി സ്ഥാപിച്ചു. അമ്പലപ്പുഴയൊന്നും പറയാനൊക്കെ അതാണ് ഇതാണ് മറ്റതാണ് പറഞ്ഞത്. വിഭാഗീയതയാണ് ഇവിടെ വിഭാഗീയതയാണ്. എന്താണ് വിഭാഗീയത? അങ്ങനെയാണ് ഇവിടെ ചെയ്ത കാര്യങ്ങളൊന്നും പുള്ളി പറയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില ചർച്ചകൾ, അത് വേറെ കുഴപ്പമൊന്നുള്ള ആളല്ലേ, മനസ്സിലായി. പക്ഷേ അയാളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സെബാസ്റ്റ്യൻ പോൾ അവിടെ ഉണ്ടാകും. സെബാസ്റ്റ്യൻ പോൾ കുറച്ച് വ്യത്യാസം പറഞ്ഞെങ്കിലും ഇതിനെ പുള്ളി ഡിഫെൻഡ് ചെയ്തു, ഇതിനെ പറഞ്ഞത് ഇന്ത്യയിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഈ കാല വീണ് ഉണ്ടായ സംഭവമായത് ഒരു 2-3 ആഴ്ച എടുക്കും പ്രോപ്പറായി നടക്കാൻ. ഡോക്ടറെ കാണുമ്പോൾ പറയും നടന്നു തുടങ്ങാൻ പറഞ്ഞാൽ പതുക്കെ നടന്നു തുടങ്ങാം, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. പാർട്ടി തീരുമാനിച്ചാൽ മനസ്സിലാകുന്ന നല്ല മെജോറിറ്റി ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ മെജോറിറ്റി ആയിരുന്നു തന്നെ. പക്ഷേ പാർട്ടി പറഞ്ഞ് വേണ്ട എന്താ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? പാർട്ടിയുടെ പരിപാടിയും നയവും അടിസ്ഥാനപരമായി പഠിച്ച് 63 വർഷമായി പാർട്ടിയെ പ്രവർത്തിച്ചും കണ്ടും അത് തന്നെ 16 വർഷം നേതൃത്വത്തിൽ പ്രവർത്തിച്ചത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളില്ലേ, പാർട്ടി എന്താണെന്ന് എനിക്കറിയില്ലേ. ഞാൻ പാർട്ടി ക്ലാസ് എടുത്തിട്ടുള്ള 31 വർഷം ഞാൻ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. 33 വർഷം. രണ്ടാമത് മിനിസ്റ്ററായപ്പോഴാണ് ഞാൻ ഒഴിഞ്ഞത്. ഞാൻ സ്വയം ഒഴിഞ്ഞില്ല, വേണ്ട, ഞാൻ മിനിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പാർട്ടിയെ കുറ്റപ്പെടുത്താതെ ആ കാണുന്നതിനെ വിമർശിക്കുന്ന രീതിയുണ്ട്. അത് പാർട്ടിയെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറയുന്നത് പാർട്ടിയെ പറ്റി ഒന്നും അറിയാൻ വയ്യാത്തവരാണ്. ഒന്നും അറിയാൻ വയ്യാത്തവരുണ്ടായി കഴിഞ്ഞാൽ പാർട്ടിക്ക് എങ്ങനെ ശരിയായ നിലപാടെടുക്കാൻ പറ്റും? അത് അപ്പോൾ അവരെ തെറ്റായ കാര്യത്തിൽ ചിന്തിക്കരുത്. ഓരോരുത്തരും അവർക്ക് എന്ത് പാരമ്പര്യമുണ്ട്, അവർ ഈ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു, എത്ര ദിവസം ജയിലിൽ കിടന്നു, എത്ര മർദ്ദനമേറ്റു, എന്തെല്ലാം പാർട്ടിക്ക് വേണ്ടി പ്രചരണം, ഇതൊക്കെ സ്വയം ചിന്തിക്കുന്നതല്ല. ഞാൻ 1996 ഏതാണ്ട് 47 വർഷം കഴിഞ്ഞാണ് 96 ഞാൻ ആദ്യം MLA ആവുന്നത്. 47 വയസ്സാകുമ്പോൾ 46. അത് കഴിഞ്ഞ് പിന്നെ 5 വർഷം കൂടെ കഴിഞ്ഞാണ് മന്ത്രിയായത്. മന്ത്രിയായി 2006 4 തവണ MLA ആയി, മൊത്തം 4 തവണ. ഇലക്ഷനെ പറ്റി പറയുമ്പോൾ 9-8 ഈ ജില്ലയിലുണ്ട്. അത് ഞങ്ങൾ ഒരു ടീം വന്നതിന് ശേഷമാണ് ഇത് വന്നത്. ഇത് നിലനിൽക്കണമെങ്കിൽ ഒന്നാമതായി ജയസാധ്യത ഉള്ളവരെ മാത്രമേ നിർത്താവൂ. സ്ഥാനാർത്ഥി നമ്പർ 1 ആരായാലും. ഇഷ്ടക്കാരെ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല, ജയിക്കത്തില്ല. ഇവിടെ 9-ൽ 8-ഓ 7-ഓ എങ്കിലും കിട്ടിയില്ലെങ്കിൽ അവിടെ ഗവൺമെൻറ് ഉണ്ടാക്കാനും പ്രയാസം വരില്ല. ആലപ്പുഴ സുപ്രധാനമാണ്. ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കണം. ഇപ്പം ടേമൊക്കെ എന്ന് പറഞ്ഞാൽ 2 ടേം പറഞ്ഞു, മൂന്നാമത്തെ ടേമല്ലേ ഐസക്കോടെ പോയി മത്സരിച്ച പാർലമെൻറ്റ് 3 തുടർച്ചയായിട്ട്. ആരിപ്പോൾ 4ാമത്തെ തവണയല്ലേ മത്സരിച്ചു ഈ പാർലമെൻറ്റ്. 2 പാർലമെൻറ്റ് 3 അസംബ്ലി 5 തവണ. ആ തവണ ഇവിടെ പോയി. അതിലൊന്നും തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും പാലിക്കപ്പെടുന്നില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പം ആ 2 ടേം എന്നുള്ളത് വേണോ എന്നുള്ളത് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. തീരുമാനം പാർട്ടി എടുത്തതായതുകൊണ്ട് അത് പാർട്ടി സംഘടനയിലെ സ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അത് കുഴപ്പമില്ല. അത് വേണമെങ്കിൽ മതി. ഒരാൾക്ക് സുഖമില്ല, അതൊക്കെ മാറ്റാം. പണ്ടെല്ലാം മാറ്റിക്കൊണ്ടിരുന്നതല്ലേ. ഈ 3-4 വർഷം 5 വർഷം മുമ്പ് പോലെ അങ്ങനെയല്ല മാറിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും പറ്റാത്ത ഒരാൾ കമ്മിറ്റി തുറന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വയ്യാതാകുമ്പോൾ ഒഴിവാകും. സ്വയം പറയും എനിക്ക് ഒഴിവാകണം, ഇല്ലെങ്കിൽ ഒഴിവാക്കും, അല്ലെങ്കിൽ അച്ചടക്കം എടുത്തങ്ങ് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു യാന്ത്രികമായിട്ടല്ല, ഇതൊരു സഹജമായ ഒരു ബയോളജിക്കൽ ഗ്രോത്താണ് പാർട്ടിയുടെ.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയുള്ള ലെനിനിസ്റ്റ് സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബയോളജിക്കൽ ഓർഗനൈസേഷൻ. രക്തവും മാംസവും ഉള്ള ഒരു ജീവിയെപ്പോലെ തന്നെയാണിത്. ഒരു ബയോളജിക്കൽ ഗ്രോത്താണിത്. മനസ്സിലായോ? മനസ്സിലായി. അത് മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും നമ്മൾ കുറച്ച് തീരുമാനമെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല. ഇറ്റ് ഗോസ് അലോങ് വിത്ത് ദ നേച്ചർ. പ്രകൃതികളിൽ വളരുന്ന ഒരു നൈസർഗികമായി ഉയർന്നു വരുന്ന വർഗസമരം നൈസർഗികമാണ്. ഉള്ളവനും ഇല്ലാത്തവരും ഉള്ളതുകൊണ്ട് അത് വന്നത്. അതെ. സോ ഇറ്റ് സ്പ്രിങ്സ് ഫ്രം ദ സൊസൈറ്റി. അവിടെ ഇന്നീക്വാലിറ്റി ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. നമ്മളറിയാതെ വർഗസമരം നടന്നോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്ന വർഗസമരം ഉണ്ട്. പക്ഷേ അതൊരു രാഷ്ട്രീയ രൂപം, പ്രത്യയശാസ്ത്ര രൂപവും സംഘടനാ രൂപം കൊടുത്ത് ആ ഇൻഡിവിക്വാലിറ്റിയിൽ ഇല്ലാത്തവർക്ക് വേണ്ടി നിന്ന് ഒരുകൂടി ആളുകളുടെ ആധിപത്യം ഇല്ലാതാക്കുന്ന വിപ്ലവത്തിലേക്ക് നയിച്ചതാണ് മാർക്സ് എംഗൽസും ചെയ്തത്. സോ ഇറ്റ് ഇസ് എ നാച്ചുറൽ ഫിനോമിനൻ. അതിനുവേണ്ടി അപ്പോൾ അത് മനസ്സിലാക്കണം. അല്ല നമ്മൾ കുറച്ച് നിയമങ്ങളും തത്വങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അതൊന്നും കാലത്തെ അതിജീവിക്കില്ല. അതെല്ലാം വിശാല മനസ്സ് വേണം. അപ്പോൾ ഏതായാലും സഖാവിന് ഉറച്ച ആരോഗ്യത്തോടെ ഉറച്ച മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയട്ടെ. അത് പ്രചാരണ രംഗത്തും അതുപോലെ തന്നെ മത്സര രംഗത്തും ഒരുപോലെ ശോഭിക്കുന്ന സാന്നിധ്യമായി സഖാവ് ജി സുധാകരൻ മാറട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.